പ്രാധാന്യം നൽകുമല്ലോ. അടുത്തതായി ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ചാരംഭിക്കുവാൻ വേണ്ടി സിസ്റ്റർ അലക അജിമോനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനുത്തിരമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗം നല്ല പിതാവും ദൈവമേ, കർത്താവ് ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് കുറച്ച് പേർക്കാണെങ്കിലും ദൈവമേ, ദൈവസന്നിധിയിൽ ഈ വിധത്തിൽ ഇങ്ങനെ കൂടി വരുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല സമയത്തിനായിട്ടും സാവകാശത്തിനായിട്ടും കർത്താവെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ദൈവമേ, ഞങ്ങൾ കൂടി വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശമൊക്കെ കർത്താവെ അവിടുന്ന് അറിയുന്നൊരു ദൈവമാണ്. കർത്താവെ, നശിച്ചു പോകുന്ന ഒരുപാട് യുവജനങ്ങളുടെ ഇടയിൽ കർത്താവെ ദൈവത്തെക്കുറിച്ച് കേൾക്കുവാനും അറിയുവാനും ദൈവമേ ഞങ്ങൾക്ക് ഈ വിധത്തിലൊരു പ്ലാറ്റ്ഫോം ദൈവം ഒരുക്കി തന്നിരിക്കുന്നത് ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്ന കർത്താവെ. ദൈവമേ, ഞങ്ങൾ നശിച്ചു പോകേണ്ടവരായിരുന്നു കർത്താവെ, എന്നാൽ അതിന് ഞങ്ങളെ വിട്ടുകൊടുക്കാതെ ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന ദൈവം ഞങ്ങളോട് കൂടെ ഉള്ളതിനായിരിക്കും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവമേ, അവിടുത്തെ സ്നേഹം എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടല്ലോ. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ കരുതുന്ന, കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടല്ലോ കർത്താവെ. സർവശക്തനും ദൈവമേ, അത്ഭുത മന്ത്രിയും വീരനാം ദൈവവും ഒക്കെ അവിടെ നിന്നാണ്. ആ വലിയവനായ ദൈവം ഞങ്ങൾക്ക് പിതാവായിട്ടിരിക്കുന്ന ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അവിടുത്തെ പെൺമക്കളാവുന്ന അടിയങ്ങൾക്ക് ദൈവവചനം കേൾക്കുവാനും ശ്രദ്ധിക്കുവാനും കർത്താവെ അതൊക്കെ പഠിക്കുവാനും ദൈവം ഞങ്ങൾക്ക് ഒരുക്കി നൽകിയിരിക്കുന്ന നല്ല വഴികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പാൻഡ് ഫോർ ദ ലിവിംഗ് വേർഡിനായിട്ട് ദൈവത്തോട് നന്ദി പറയുന്നു. ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന ഓരോരുത്തർക്കുമായിട്ടും ദൈവത്തോട് നന്ദി പറയുന്ന കർത്താവെ. ഇന്നത്തെ മീറ്റിങ്ങിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ മീറ്റിങ്ങിനെ തിരുക്കരങ്ങളിലേക്ക് നൽകി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആദ്യം മുതൽ അവസാനം വരെയും ദൈവത്തിന്റെ കൃപ ഞങ്ങളോട് കൂടിയിരിക്കണമേ. ദൈവമേ, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഒന്നും വരാതെ കർത്താവെ അവിടുന്ന് പ്രോഗ്രാം ഏറ്റവും അനുഗ്രഹമായിട്ട് നടക്കുവാൻ കർത്താവ് സഹായിക്കണം എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രോഗ്രാം ചെയ്യുന്ന ഓരോരുത്തരോടും കൂടെ ദൈവത്തിന്റെ കൃപ ഇരിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രത്യേകിച്ച് കേലും മോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവളെ മീറ്റിങ്ങിന്റെ MC ആയിട്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയും പറയാനുള്ള വാക്കുകളും ഒക്കെ കർത്താവെ അവിടുന്ന് ഉയരത്തിൽ നിന്ന് ചൊരിഞ്ഞ് പ്രിയമകളെ അനുഗ്രഹിക്കണം എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അവളുടെ നാവോട് കൂടെ അവിടുന്ന് ഇരിക്കണമേ. ഏറ്റവും നന്നായിട്ട് ലീഡ് ചെയ്യാൻ തക്കവണ്ണം ദൈവം കൃപ കൊടുക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, അതുപോലെ പാട്ടുകൾ പാടുന്ന പ്രിയ ലിഡിയ മാത്യു ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രേമകൾക്കും ദൈവം കൊടുത്തിരിക്കുന്ന നല്ല കഴിവിനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുകയാണ്. കർത്താവെ, ഇന്ന് പാടാൻ ഒരുങ്ങിയിരിക്കുന്ന ആ പാട്ട് ദൈവം നാമോഹത്വത്തിനായിട്ട് ഭംഗിയായി പാടുവാൻ ദൈവം സഹായിക്കണം എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം കൊടുത്തേക്കുന്ന കഴിവ് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ ദൈവം പ്രേമകളെ സഹായിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപാമേരി മോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രേമകൾക്ക് സ്പെഷ്യൽ പ്രോഗ്രാമായി ഒരുങ്ങി ദൈവമേ ഈ മീറ്റിങ്ങിൽ കടന്നു വരുവാൻ ദൈവം കൃപ കൊടുത്തല്ലോ കർത്താവെ. ദൈവമേ, കുഞ്ഞിനും കർത്താവ് ഏറ്റവും നന്നായിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കുവാനും അത് കാണുന്നവർക്കൊക്കെയും അനുഗ്രഹമായി തീരുവാനും ദൈവയുടെ ആക്കണം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുപോലെ ബ്രദർ ലിജോ ജോർജ് ഫ്രം കാനഡ ഓർത്തും പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രിയമകനെ തിരുവചനവുമായിട്ട് അടിയങ്ങളുടെ ഇടയിലേക്ക് അയച്ചിരിക്കുന്ന ഓർത്ത് നന്ദി പറയുന്ന കർത്താവെ. ദൈവമേ, പ്രിയമകനും ആവശ്യമായ വാക്കുകളൊക്കെ കർത്താവ് നൽകി അനുഗ്രഹിക്കണമേ. പറയേണ്ടതൊക്കെയും ദൈവകൃപയിൽ സംസാരിക്കുവാൻ ദൈവകൃപ കൊടുക്കണം എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അത് കേൾക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ഹൃദയത്തിൽ തുളച്ച് ചെല്ലുവോളം ദൈവമേ അവിടുന്ന് സഹായിക്കണം. അത് കേട്ട് മറന്നു പോകുന്നവരായിട്ടല്ല കർത്താവെ, അത് കേട്ട് അനുസരിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായി ഞങ്ങളെ ഓരോരുത്തരെയും തീർക്കണം എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയമകനെ സംസാരിക്കാൻ ആവശ്യമായ എല്ലാ കൃപയും ഉയർത്തു നിന്ന് അവിടുന്ന് ചൊരിഞ്ഞു നൽകണം എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ക്ലോസിംഗ് പ്രയർ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്ന പ്രിയ ഐശ്വര്യ രേഷ്മ സിസ്റ്ററിനോർത്തും പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, അവിടുന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഭംഗിയായി ചെയ്യുവാൻ ദൈവം കൃപ കൊടുക്കണം, സഹായിക്കണം കർത്താവെ. കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായിട്ടും ദൈവത്തോട് നന്ദി പറയുന്നു. ഞങ്ങൾ മീറ്റിങ്ങിൽ ഇങ്ങനെ ആയിരിക്കുമ്പോൾ കേൾക്കുന്ന വചനം അത് കർത്താവെ കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുവാൻ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. വരും ദിനങ്ങളിലും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. മിനിസ്റ്ററുടെ പിന്നിൽ അധ്വാനിക്കുന്നു ഓരോരുത്തരെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. ഏറ്റവും യൂണിറ്റിയോടും സ്നേഹത്തോടും ദൈവത്തിന് എന്ന വണ്ണം കർത്താവെ ഇനിയും തുടർന്നും ഈ മിനിസ്റ്റർ അനുഗ്രഹമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർ സഹായിക്കണം. നെറ്റ്വർക്കിൻ്റെ ഒന്നും ഇഷ്യൂ വരാതെ ദൈവം സൂക്ഷിക്കണമേ. മൊത്തമെല്ലാം അവിടത്തേക്ക് പ്രാർത്ഥനയൊക്കെ തിരുമ്പക വയ്ക്കുന്നു. കുറവുകളൊക്കെ മറന്നുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സകലവും സ്വീകരിക്കണമേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. താങ്ക് യു ചേച്ചി. യഹോവയെ സ്തുതിപ്പിൻ, യഹോവ നല്ലവനല്ലോ, അവന്റെ നാമത്തിന് കീർത്തനം ചെയ്യുവൻ, അത് മനോഹരമല്ലോ. അടുത്തതായി ഒരു ഗാനം നമുക്ക് ശ്രവിക്കാം. അതിനായി സിസ്റ്റർ ലിഡിയ മാത്യുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സിസ്റ്റർ പ്ലീസ്. ആശ്വസിക്കും നേടും ഞാനതിൽ അനുഗ്രഹങ്ങൾ,
നേടും ഞാനതിൽ അനുഗ്രഹങ്ങൾ. എനിക്കേശുണ്ടേ മരുവ് എല്ലാമായെന്നും എന്നരികിൽ. പരിലെന്നോട് നാളുകളിൽ പരനേശുവെ സേവിച്ചു ഞാൻ. പരിലെന്നോട് നാളുകളിൽ പരനേശുവെ സേവിച്ചു ഞാൻ. കരഞ്ഞിന്നു വിതച്ചിടുന്നു, കരഞ്ഞിന്നു വിതച്ചിടുന്നു. എനിക്കേശുണ്ടേ മരുവ് എല്ലാമായെന്നും എന്നരികിൽ. ഒന്നു മാത്രമെന്നാഗ്രഹമേ, എന്നെ വീണ്ടെടുത്ത നാഥനേ. ഒന്നു മാത്രമെന്നാഗ്രഹമേ, എന്നെ വീണ്ടെടുത്ത നാഥനേ. മണ്ണിലെവിടെയും കീർത്തിക്കണം, മണ്ണിലെവിടെയും കീർത്തിക്കണം. എനിക്കേശുണ്ടേ മരുവ് എല്ലാമായെന്നും എന്നരികിൽ. തിരുമെന്നോട് വേദനകൾ മാറും ഞാനങ്ങു ചെന്നിടുമ്പോ. തിരുമെന്നോട് വേദനകൾ മാറും ഞാനങ്ങു ചെന്നിടുമ്പോ. മാറിൽ ചേർത്തു കണ്ണീർ തുടയ്ക്കും, മാറിൽ ചേർത്തു കണ്ണീർ തുടയ്ക്കും. എനിക്കേശുണ്ടേ മരുവ്. Thank you, dear sister. That was a melodious singing. May God use you more for His glory. അടുത്തതായി നമ്മൾ കടക്കുന്നത് ഈ മീറ്റിംഗിന്റെ മെയിൻ പാർട്ടിലേക്കാണ്. ദൈവവചനം നമ്മളോട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ മധ്യത്തിൽ ബ്രദർ ലിജോൾ ജോർജ് കടന്നു വന്നിട്ടുണ്ട്. So I would like to invite your uncle to share God's word with us. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? യെസ് യെസ്. ഓക്കെ ഓക്കെ. ഐസിയ 31 നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് നമുക്ക് പോകാം. ഇവിടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. But those who wait on the Lord shall renew their strength. They shall mount up with wings like eagles. They shall run and not be weary. They shall walk and not faint. നമുക്കൊരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, ഇന്ന് ഈ സമയത്ത് കർത്താവേ, ഈ സന്ധ്യാസമയത്ത് കർത്താവേ, ഇങ്ങനെ ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുവാനായിട്ട് ഞങ്ങൾക്കൊരവസരം നൽകി തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വലിയവനായ ദൈവമേ, ഞങ്ങൾക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കാനായിട്ടാണ് ആഗ്രഹം. മാനുഷികമായ ഒരു ശബ്ദവും ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമില്ല. കർത്താവ്, വലിയവനായ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ഇന്ന് ഈ സമയത്ത് അനുവദിക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും അതിനായി ബലപ്പെടുത്തണം. അടിയൻ്റെ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിയനോടും ക്ഷമിക്കണം. തിരുനാമ മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ വലിയേറിയ നാമത്തിൽ തന്നെ. ഓക്കെ, ഇന്ന്
ഈ ഒരു വേദഭാഗം ചൂസ് ചെയ്യാനുള്ളൊരു കാരണമുണ്ട്. അവിടെ നമ്മൾ വായിക്കുകയാണ്, ബട്ട് ദോസ് ഹു വെയിറ്റ് ഓൺ ദ ലോർഡ്. അപ്പം യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചിലർക്കുള്ള പ്രത്യേകതകൾ, അതാണ് ഇന്നത്തെ വിഷയം. അപ്പം ഞാൻ ഇത് പറയാനായിട്ടുള്ളൊരു കാരണമുണ്ട്. എൻ്റെ ജീവിതത്തിലും ഈ ജീവിതത്തിന് അനേക അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങൾ കൂടി കടന്നു പോയിട്ടുണ്ട്, വേദനകരമായ സാഹചര്യങ്ങൾ കൂടി കടന്നു പോയിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെയും ദൈവവചനം പറയുന്നത് യഹോവയ്ക്കായി കാത്തിരിക്കുക. അപ്പം ഇത് കേൾക്കാൻ നല്ല സുഖമാണ്, പക്ഷേ ഇത് എത്ര നാൾ നമ്മൾ കാത്തിരിക്കണം? ഈ കാത്തിരിക്കുന്നത് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? മാനുഷികമായിട്ട് നമ്മൾ പലപ്പോഴും, നമ്മൾ വിശ്വാസികളാന്ന് പറഞ്ഞാൽ പോലും നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ സംശയിക്കാനായിട്ട് വളരെ സാധ്യതയുള്ളൊരു കാര്യമാണ്. അപ്പം ഇന്ന് ഈ ഒരു വെയിറ്റിംഗ് ഓൺ ദ ലോർഡ്, അല്ലെങ്കിൽ യഹോവയ്ക്ക് കാത്തിരിക്കുക എന്നുള്ള ആ ഒരു ആശയത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് നമുക്ക് എസ്രായുടെ പുസ്തകത്തിലേക്കൊന്ന് പോവാം. എസ്ര അവിടെ ഇപ്പം നമ്മൾ ഇറ്റ് ഈസ് നെവർ എ വേസ്റ്റ് ടു വെയിറ്റ് ഓൺ ദ ലോർഡ് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിഷയം. ഇറ്റ് ഈസ് നെവർ എ വേസ്റ്റ് ടു വെയിറ്റ് ഓൺ ദ ലോർഡ്. നമ്മളെല്ലാം വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ യഹോവയ്ക്ക് കാത്തിരുന്നാൽ അതൊരിക്കലും ഒരു വേസ്റ്റ് അല്ല, അതൊരിക്കലും ഒരു നമ്മളെ ലജ്ജിക്കാനായിട്ട് കാരണമാക്കിയിരിക്കുന്ന ഒരു കാര്യമല്ല. അത് നമ്മളിന്ന് ചിന്തിക്കാൻ പോവുകയാണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിലും ചില പ്രായോഗികമായ ചില കാര്യങ്ങൾ ഈ എസ്രായുടെ പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് ഇന്ന് വൈകുന്നേര സമയത്ത് ആഗ്രഹിക്കുന്നത്. അപ്പം എസ്ര 1:1 അവിടെ നമ്മളിങ്ങനെ വായിക്കുകയാണ്. Israel, now in the first year of Cyrus king of Persia, the word of the Lord, now in the first year of the Cyrus king of Persia, that the word of the Lord by the mouth of Jeremiah might be fulfilled, the Lord stirred up the spirit of Cyrus king of Persia. സൈറസ് എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ ഹൃദയത്തെ ദൈവം ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. നമ്മൾ ഐസയ 44:28 നമ്മളിങ്ങനെ വായിക്കുകയാണ്, ഹു സേസ് ഓഫ് സൈറസ്, ദൈവം തന്നെ പറയാണ്, ഹി ഈസ് മൈ ഷെപ്പേർഡ് ആൻഡ് ഹി ഷാൽ പെർഫോം ഓൾ മൈ പ്ലഷർ, സേയിങ് ടു ജെറുസലേം, യു ഷാൽ ബി ബിൽഡ് ആൻഡ് ടു ദ ടെമ്പിൾ യുവർ ഫൗണ്ടേഷൻ ഷാൽ ബി ലെയ്ഡ്. അപ്പം സൈറസ് എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു രാജാവ്, അതൊരു രാജാവ് എന്ന് പറഞ്ഞാൽ, പക്ഷെ ആ രാജാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരു വലിയ ഒരു ഭൂമിയുടെ ഒരറ്റം മുതൽ വേറെ അറ്റം എന്ന് പറഞ്ഞ പോലെ അതുപോലൊരു വലിയ അനേക സാമ്രാജ്യങ്ങൾ, അത് ആ ഒരു രാജ്യങ്ങളുടെ മുകളിലുള്ള പവറുള്ള ഒരു രാജാവാണ് ഈ രാജാവ്. ഇങ്ങനെയുള്ളൊരു രാജാവിനെയാണ് ദൈവം ഉപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ ചില പദ്ധതികൾ നിറവേറാനായിട്ട്. നമ്മൾ വെയിറ്റിംഗ് ഓൺ ദ ലോർഡ് എന്നുള്ള സബ്ജക്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ മുമ്പോട്ടുള്ള ഓരോ കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് പോകണം. അപ്പം ഗോഡ് ഹു ഗോസ് ടു എനി എക്സ്റ്റെൻറ്റ്, ഏതൊരു എൻഡ് വരെയും പോയി നമ്മളെ സഹായിക്കുവാനായിട്ട് പോകുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, നമുക്കറിയാം, ഹീ ക്യാൻ ഇൻഫ്ലുവൻസ് ദ മോസ്റ്റ് പവർഫുൾ പീപ്പിൾ. നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാരെ ദൈവത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ചില സമയങ്ങളിൽ പല പ്രിയപ്പെട്ടവരും എന്നോട് പറയാറുണ്ട്, അയ്യോ ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് അനേക പ്രശ്നങ്ങൾ കൂടി ഞാൻ കടന്നുപോയി, ആ സമയത്തായിരുന്നു ദൈവം അവിടുത്തെ ആ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു CEO ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടോപ്പ് ലെവലിലിരിക്കുന്ന ഒരു മാനേജർ ആയിരിക്കാം, ദൈവം അങ്ങനെയുള്ളവരെ പെട്ടെന്ന് നമ്മളെ സഹായിക്കുവാനായിട്ട് ദൈവം പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഹീ ക്യാൻ ഇൻഫ്ലുവൻസ് ദ മോസ്റ്റ് പവർഫുൾ പീപ്പിൾ. അതുപോലെ തന്നെ ഹീ ക്യാൻ ബ്രേക്ക് ദി അൺബ്രേക്കബിൾ. ഹീ ക്യാൻ മേക്ക് വേയ്സ് വേർ ദർ ആർ നോ വേയ്സ്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഗോഡ് വിൽ മേക്ക്, നമുക്കൊരു പാട്ട് തന്നെ അറിയാം, ഗോഡ് വിൽ മേക്ക് എ വേ വേർ ദർ സീംസ് ടു ബി നോ വേ. മുമ്പിൽ ഒരു വഴിയും കാണുന്നില്ലെന്ന് അറിയുമ്പം അവിടെയും വഴി തുറന്നു തരാൻ സാധിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഹി ഓപ്പൺസ് ഡോർസ് ദാറ്റ് ക്യാൻ നെവർ ബി ഓപ്പൺഡ്. മറ്റാർക്കും ഓപ്പൺ ചെയ്യാൻ സാധിക്കാത്ത വാതിലുകൾ നമുക്ക് വേണ്ടി തുറന്നു തരാൻ ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പം
അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അതാണ് ഓൺലി ടു ഫുൾഫിൽ ഹിസ് പ്ലാൻ ആൻഡ് പർപ്പസ് ഫോർ ഹിസ് പീപ്പിൾ. ഈ കാര്യം നമ്മൾ മേളിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം ഈ കണ്ടീഷൻ ഒന്നും വെക്കാതെ ഞാൻ ഇതിങ്ങനെ മാത്രം പറഞ്ഞാൽ ചിലപ്പം ഇതൊരു എന്നാ പറയുന്നത് ഒരു പ്രോസ്പെരിറ്റി ഗോസ്പൽ പോലെ ആയി പോകാനും ചിലപ്പോൾ സാധ്യതയുണ്ട്. ദൈവം നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കാം. ഇതുവരെയും തുറക്കപ്പെടാത്ത വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ഇങ്ങനെ അനേക കാര്യങ്ങൾ നമ്മൾ പല പ്രോസ്പെരിറ്റി ഗോസ്പലിൻ്റെ ആൾക്കാർ പറയുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. ഓൺലി ടു ഫുൾഫിൽ ഹിസ് പ്ലാൻ ആൻഡ് പർപ്പസ് ഫോർ ഹിസ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനേക ആഗ്രഹങ്ങൾ കാണും. കർത്താവെ, എനിക്ക് വലിയ പ്രൊമോഷൻസ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വലിയ ഇത് പലതുമൊക്കെ ഒരുപക്ഷെ മാനുഷികമായ രീതിയിൽ നമുക്ക് പലതുമൊക്കെ നമുക്കിരുന്ന് ആഗ്രഹിക്കാം. ഈ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു തരുമെന്നുള്ളതല്ല ഇതിൻ്റെ അർത്ഥം. നമുക്കറിയാം, ഗോഡ് ഹു ഗോസ് ടു എനി എക്സ്റ്റെൻറ്റ്, അതിൻ്റെ കണ്ടീഷൻ എന്താണ്? ടു ഫുൾഫിൽ ഹിസ് പ്ലാൻ. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ചില പ്ലാനുകളുണ്ട്. അതാണെന്ന് എന്നോട് പറഞ്ഞതനുസരിച്ച് അനേക ചെറുപ്പക്കാരായിട്ടുള്ളൊരു ഇതിനകത്ത് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളുടെ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദൈവം നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ, ദൈവം എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പം ദൈവത്തിന് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചില വ്യക്തമായ പ്ലാനും പദ്ധതികളും ദൈവത്തിന് ഉണ്ടായിരുന്നു. എന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അനേക വാക്യങ്ങൾ ദൈവവചനത്തിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന അനേക വാക്യങ്ങൾ ദൈവവചനത്തിലുണ്ട്. അപ്പം ദൈവത്തിന് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചില വ്യക്തമായ പ്ലാനും പർപ്പസോടുകൂടിയാണ് ദൈവം എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അപ്പം ഈ പ്ലാനും പർപ്പസും ദൈവം നിറവേറ്റുവാനായിട്ട് ദൈവം ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകുമെന്നാണ് നാം ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇന്നിപ്പോൾ ഇവിടെ ഈ മിനിസ്ട്രി തന്നെ ചെയ്യുന്ന അനേക ദൈവമക്കൾ ഇവിടെ പലരും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പ്രവർത്തിക്കുന്നവരുണ്ട്. ഇത് നമ്മൾ പ്രിയപ്പെട്ടവർ ചെയ്യുന്ന മിനിസ്ട്രി ആണെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരമുള്ളൊരു മിനിസ്ട്രിയാണ്. അപ്പം ഈ മിനിസ്ട്രിയെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളും പല കാര്യങ്ങളൊക്കെ വരുമ്പോഴും അവർക്ക് ദൈവസന്നിധി പോയി, ദൈവമേ, ഈ ഒരു കാര്യം മുൻപോട്ട് പോകാൻ തേണ്ട ഇന്ന തടസ്സങ്ങൾ വന്നിരിക്കുകയാണല്ലോ, കർത്താവ് ഇതിനൊരു വഴി അങ്ങ് തുറന്നു തരണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവഹിതപ്രകാരമുള്ളൊരു പ്രാർത്ഥനയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇത് ദൈവത്തിൻ്റെ മിനിസ്ട്രി എന്ന നിലയിൽ ദൈവം അത് നിറവേറ്റി തരുവാനായിട്ടും ദൈവം അതിനെ ഫുൾഫിൽ ചെയ്യാനായിട്ട് ദൈവം അനേക വാതിലുകൾ, ഹി ക്യാൻ ഗോ ടു എനി എക്സ്റ്റെൻറ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് ഹിസ് പ്ലാൻ ആൻഡ് പർപ്പസ് ഇസ് ഫുൾഫിൽഡ്. അങ്ങനത്തെ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പം അത് നമുക്കറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ്, ഗോഡ്സ് ചോയ്സ്. ദൈവം ചൂസ് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പം ഈ സൈറസ് രാജാവിനെ കുറിച്ച് നമ്മൾ കേട്ടു. ഇവിടെ നോക്കണം, എ ഗോഡ് ഹൂ ചൂസസ് എനി വൺ ഹി വാണ്ട്സ് ടു യൂസ്. ദൈവം ആരെ ഉപയോഗിക്കണമെന്ന് ദൈവം വിചാരിക്കുന്നു, ദൈവം അവരെ ഉപയോഗിച്ചിരിക്കും. ദൈവം അത് ദൈവത്തിൻ്റെ ഒരു സർവശക്തിയിലും സർവജ്ഞാനത്തിലും ഉള്ള ഒരു കാര്യമാണത്. ദൈവം അത് ചെയ്യും. ദൈവം ആരെ ഉപയോഗിക്കണമെന്ന് വിചാരിക്കുമോ ദൈവം അവരെ ഉപയോഗിച്ചിരിക്കും. നമുക്കറിയാം, പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കാൻ ശ്രമിച്ചപ്പോൾ ചില സമയങ്ങളിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഫറോന്റെ ഹൃദയത്തെയും ദൈവം ഒരു പരിധി വരെ ദൈവത്തിൻ്റെ ഒരു കൺട്രോളിലായിരുന്നു. അവിടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം, തൻ്റെ മക്കൾ, തൻ്റെ ജനം അവർ കാണണം ഈ ദൈവം ആരാണെന്ന്. അപ്പം ദൈവം അവിടെ, ഞാൻ വിചാരിക്കുകയാണ്, ദൈവം അവിടെ ഫറോനെ ഉപയോഗിച്ചു. മോശയെ മാത്രമല്ല, ഫറോന്റെ ഹൃദയത്തെ അവിടെ കഠിനപ്പെടുത്തി നിമിത്തം എത്രയോ അത്ഭുതങ്ങളാണ് ദൈവത്തിൻ്റെ മക്കൾ. അതിനുശേഷം നമ്മൾ പഴയ നിയമത്തിൽ അനേക ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ദൈവം അവരെ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നു. ഈ അത്ഭുതങ്ങളെല്ലാം അവർക്കെന്നും ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ് ദൈവം.
അപ്പോൾ അതിന് ദൈവം അവിടെ ഫറോനെ ഉപയോഗിച്ചു, അവിടെ മോശയെ ഉപയോഗിച്ചു, പലരെ ഉപയോഗിച്ചു. ഗാഡ് യൂസസ് എനി വൺ ഹി വാണ്ട്സ് ടു യൂസ്. രണ്ടാമത്, ഗാഡ് യൂസസ് എവറി വൺ ഹു വാണ്ട്സ് ടു ബി യൂസ്ഡ്. അനേക ചെറുപ്പക്കാർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഞാനിവിടെ ഇവിടെ അനേക ചെറുപ്പക്കാരുടെ ഇടയിലുള്ള മിനിസ്ട്രീസ് ചെയ്യുമ്പോൾ ചിലർ നല്ല കഴിവുള്ളവരുണ്ട്. അവർ ഭയങ്കര മ്യൂസിക്കലി ഇൻക്ലൈൻഡ് എന്ന് പറയാം. അതായത് നമുക്ക് അവർക്ക് മ്യൂസിക്കിന് നല്ല കഴിവുണ്ട്, പാടാൻ നല്ല കഴിവുണ്ട്, ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാൻ കഴിവുണ്ട്. അങ്ങനെ അവരെ എവിടെ കൊണ്ട് നിർത്തിയാലും അവർ നല്ലതായിട്ട് ഷൈൻ ചെയ്യും. നമ്മുടെ നാടൻ ഭാഷ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഷൈൻ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അവരെ കാണുമ്പോൾ ഞാൻ പറയും, അവരോട് സ്നേഹത്തിൽ അവരോട് പറഞ്ഞു കൊടുക്കും, ദൈവം നിങ്ങൾക്ക് കഴിവ് തന്നിട്ടുണ്ട്, എന്നാൽ ദൈവസന്നിധിയിൽ താന്നിരിക്കണം. ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ദൈവസന്നിധിയിൽ താന്നിരുന്നോണം. ബിക്കോസ് ഈ ഒരു നെഗളം ഒരുപക്ഷെ നമ്മൾക്ക് വലിയൊരു അപകടത്തിന് കാരണമായി തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ, പ്രത്യേകിച്ച് നമ്മൾ മിനിസ്ട്രിയിൽ നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ കൈയടിക്കുമ്പോൾ ഒരിക്കലും നെകളിച്ച് പോകാൻ ഇടയാകാതെ താഴ്മയോടുകൂടി നിന്നോണം. ബിക്കോസ് എപ്പോഴാ അടി വരുന്നതെന്ന് നമുക്കറിയാൻ മേലെന്ന് അവരോട് പറയും. എന്നാൽ വേറെ ചിലരുണ്ട്, അവർ പറയും, എൻ്റെ അച്ചാച്ചാ എനിക്കൊരു കഴിവുമില്ല, എനിക്ക് ഒന്നിനും കഴിവില്ല, ഞാനിവിടെ എവിടെയെങ്കിലും ഇരുന്ന് ഞാനിവിടെ വന്ന് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ അങ്ങ് പൊക്കോളാം, എന്നെ ഒന്നിനും ഉപയോഗിക്കരുത്, ദൈവത്തിനും വേണ്ട എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവരോട് നമ്മൾ പറയാറുണ്ട്, ദൈവം നിന്നെ ഈ ലോകത്തിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ചില പ്ലാനും പദ്ധതിയും ഉള്ളത് കൊണ്ട് തന്നെയാണ് നിന്നെ ഈ ലോകത്തിൽ അയച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം കഴിഞ്ഞെങ്കിൽ ദൈവം നിങ്ങളെ കൊണ്ടുപോയാനെ. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെക്കുറിച്ചുള്ള പ്ലാൻ എല്ലാം കഴിഞ്ഞിരുന്നെങ്കിൽ ദൈവം നിങ്ങളെ ഓൾറെഡി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയാനെ, പിന്നെ ഇവിടെ വെച്ചിട്ട് പ്രയോജനമില്ലല്ലോ. പക്ഷെ നമ്മൾ ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന് ചില പ്ലാനുകളുണ്ട്, നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണുകയാണ്, ഗോഡ് യൂസസ് എവ്രി വൺ ഹു വാണ്ട്സ് ടു ബി യൂസ്ഡ്. കർത്താവെ, എനിക്ക് അങ്ങേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല, ഞാനിതാ എന്നെ തന്നെ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നവരെയും ദൈവം ഉപയോഗിക്കും. അങ്ങനെയുള്ളൊരു സ്നേഹമുള്ളൊരു കർത്താവാണ് നമ്മുടെ ദൈവം. എത്ര നല്ലൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ സൈറസ് രാജാവ് എസ്രായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പം അവിടെ ഈ സൈറസ് രാജാവ് പറയുന്നുണ്ട്, അതിനകത്ത് 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എസ്രാ 1:2 വായിക്കുകയാണ്, Thus says Cyrus king of Persia, all the kingdom of the earth the Lord God of heaven has given me, and he has commanded me to build him a house at Jerusalem. യെരുശലേമിൽ അവിടുത്തെ ദേവാലയം എല്ലാം നശിച്ച് കിടക്കുകയാണ്, അവിടെ അത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന് സൈറസ് പറയുമ്പോൾ, സൈറസ് വേറൊരു കാര്യം, സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. അതിനുശേഷം സൈറസ് പറയാണ്, ഈ രാജാവ് പറയാണ്, ആരൊക്കെയാണോ ഇതിന് ഉള്ള താല്പര്യമുള്ള എല്ലാവരും വന്ന് ഈ ഒരു മിനിസ്ട്രിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരെയൊക്കെയാണോ ദൈവം തിരഞ്ഞെടുക്കുന്നത് എല്ലാവരെയും കൊണ്ടുപോകാം, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ക്രമീകരിച്ച് എത്രയും പെട്ടെന്ന് യെരുശലേമിലേക്ക് ഞാൻ നിങ്ങളെ അയക്കാൻ പോവുകയാണ്, അവിടെ പോയി കാര്യങ്ങൾ ചെയ്യുക. എത്ര അത്ഭുതം നോക്കി. ഒരു സാധാരണ ഒരു രാജാവ്, എന്നാൽ രാജാവായിട്ടുള്ള നമ്മുടെ സർവശക്തനായ ദൈവം വിളിച്ചപ്പോൾ സൈറസിന് അനങ്ങാതിരിക്കാൻ പറ്റിയില്ല. അവിടെ പെട്ടെന്ന് സൈറസ് പറയണം, എത്രയും പെട്ടെന്ന് ആൾക്കാരെല്ലാം കൂട്ടുക, എന്നിട്ട് അങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുക. ഇങ്ങനെ സൈറസ് പറയുകയും നമ്മളിവിടെ വായിക്കുകയാണ്, എസ്രാ 2:70 പെട്ടെന്ന് പോവുകയാണ്, സമയത്തിൻ്റെ പരിമിതി നിമിത്തം വളരെ വേഗതയിൽ പോകണം. ഈ എസ്രാ 2:70 നമ്മൾ വരുമ്പോഴേക്കും 7-ാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്, സോ ദ പ്രീസ്റ്റ് ആൻഡ് ദ ലീവൈറ്റ്സ്, സം ഓഫ് ദ പീപ്പിൾ, ദ സിംഗേഴ്സ്, ദ ഗേറ്റ് കീപ്പേഴ്സ് ആൻഡ് ദ നെഥനിം ഡ്വെൽറ്റ് ഇൻ ദെയർ സിറ്റീസ് ആൻഡ് ഓൾ ഇസ്രായേൽ ഇൻ ദെയർ സിറ്റീസ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഭാഗം എടുക്കാനുള്ള കാരണം എല്ലാ മിനിസ്ട്രിക്ക്, അവിടുത്തെ യെരുശലേമിലെ ദേവാലയത്തിൻ്റെ പണിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ആൾക്കാരെയും, ഏതെല്ലാം രീതിയിലുള്ള മിനിസ്ട്രികൾ അവിടെ ഉണ്ടായിരുന്നോ അത് ചെയ്യുവാനായിട്ടുള്ള എല്ലാ ആൾക്കാരെയും ദൈവം അവിടെ ക്രമീകരിച്ചു, ദൈവം അവിടേക്ക് അയക്കുകയാണ്.
എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ഈ ഒരു രാജാവിനെ ദൈവം യൂസ് ചെയ്തു. അതിനുശേഷം ഈ യെരുശലേമിലെ ആ ദേവാലയത്തിൻ്റെ പണിക്കായിട്ട് ഇവരെ അയക്കുകയാണ്. അങ്ങനെ ഇത്രയും പേര് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നോക്കിക്കോണേ, 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് വാക്യം നമ്മൾ വായിക്കുകയാണ്. And when the 7th month had come, and the children of Israel were in the cities, and the people gathered together as one man to Jerusalem. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, ഇവരെല്ലാവരും ഒരുമിച്ച് ഒരുമയോടുകൂടി ഈ ഒരു മിനിസ്ട്രി ചെയ്യുവാനായിട്ട് ഒരുമിച്ച് ദൈവം ഉപയോഗിച്ച ഈ മനുഷ്യർ ഇവരെല്ലാവരും അവിടെ വന്ന് അവിടെ ഒരു എൻറ്റിറ്റി എന്നതുപോലെ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് ഈ ഒരു മിനിസ്ട്രിക്കായിട്ട് അവിടെ വന്നിരിക്കുകയാണ്. എന്താണ് മിനിസ്ട്രി? ദൈവത്തിൻ്റെ ആലയം, അവിടെ പൊളിഞ്ഞു കിടക്കുന്ന ഈ ആലയം പണിയുവാനായിട്ട് ഇത്രയും ആൾക്കാർ അവിടെ അവരെല്ലാവരും, നമ്മൾ ഓർക്കണം ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇസ്രായേൽ മക്കൾ ഇപ്പോൾ ബാബിലോണിലാണ്. അവിടെ അടിമകളായിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ്. 70 വർഷത്തോളം അവിടെ അടിമകളായിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ് ബാബിലോണിൽ. അവിടെ നിൽക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. സൈറസ് രാജാവ് പറയാണ്, യെരുശലേമിൻ്റെ ദേവാലയം അവിടെ പൊളിഞ്ഞു കിടക്കുന്നു, നിങ്ങളത് അവിടെ പോയി പണിയണമെന്ന് ഈ രാജാവ് പറയുമ്പോൾ ഇവിടുന്ന് ചില തിരഞ്ഞെടുക്കപ്പെട്ട ചില ആൾക്കാരാണ് ഇങ്ങോട്ട് പോകുന്നത്. അവിടെ നമ്മളൊരു കണക്ക് വായിക്കുന്നുണ്ട്, എസ്രാ 2 വായിക്കുന്നുണ്ട്, ഏതാണ്ട് 42,360 പീപ്പിൾ അങ്ങനെയാണ് വായിച്ചിരിക്കുന്നത്. ഇത്രയും ആൾക്കാർ, 42,360 ജനം, അത്രയും ആൾക്കാർ ഈ യെരുശലേമിലേക്ക് പോയി ഈ ദേവാലയം പണിയാനായിട്ട് ഈ രാജാവ് അയക്കുകയാണ്. അവർ വന്നപ്പോൾ അവരെങ്ങനെയാണ് വന്നത്? എത്ര നല്ല ദൈവമക്കളാന്ന് നോക്കി. ഇവരെല്ലാവരും ഒരുമിച്ച് ഒരുമയോടുകൂടി. ഇപ്പം നമ്മൾ മിനിസ്ട്രിക്കായിട്ട് ആഗ്രഹിക്കുമ്പോൾ മിനിസ്ട്രീസിൻ്റെ സക്സസ് എപ്പോഴും പറയുന്നത് ആ വൺനെസ് ഓഫ് ദ സ്പിരിറ്റ്, നമ്മൾ ആ ഒരുമയോടുകൂടി നിൽക്കുമ്പോൾ, അതായത് ആ യൂണിറ്റി ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഏതൊരു മിനിസ്ട്രി എടുത്തോ, എപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ ഇങ്ങനെ പറയുമായിരുന്നു, ഈ ഏതൊരു മിനിസ്ട്രിയെയും സാത്താൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടുത്തെ ആ യൂണിറ്റിയെ ആണ് എപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ദൈവദാസൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. ആ ദൈവദാസൻ പറയാണ്, ആദ്യം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു തമാശ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരുമായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, അതായത് ഒരാളുടെ അടുത്ത് ചെന്ന് പറയും, അവൻ്റെ ആ ഉദ്ദേശം ഒന്നും ശരിയല്ല, നീ സൂക്ഷിച്ച് നിന്നോണം, അവനിൽ നിന്ന് ഇച്ചിരി ഗ്യാപ്പിട്ട് നിന്നോണം, ഇതില്ലെങ്കിൽ അവന് ചില ദുരുദ്ദേശങ്ങളുണ്ട് ഈ മിനിസ്ട്രി എന്നും പറഞ്ഞ് നടക്കുകയാണ് എന്ന് പറയും. അപ്പം മറ്റവൻ്റെ അടുത്ത് ചെന്ന് ഇതുപോലെ തന്നെ അവനോടും പറഞ്ഞു കൊടുക്കും, ഇവൻ്റെ ഉദ്ദേശം ഒന്നും ശരിയല്ല, അവൻ പറയുന്ന ഒന്നും നീ സമ്മതിച്ചു കൊടുക്കരുത്, നിന്നെക്കൊണ്ട് എങ്ങനെയെല്ലാം ആ മിനിസ്ട്രിയെ നിനക്ക് അവൻ്റെ ഉദ്ദേശങ്ങളെ നിനക്ക് തകർക്കാൻ പറ്റുമോ അതെല്ലാം നീ ചെയ്യണം എന്ന് മറ്റവനോടും ചെന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് ഈ ദേവദാസൻ പറയായിരുന്നു. അപ്പം ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ ഇവർ ഒരുമിച്ച് എവിടെയെങ്കിലും വരുമ്പോഴേക്കും ഈ മൈൻഡ് സെറ്റോടുകൂടി അവിടെ വന്നാൽ, ഈ ദേവദാസൻ പറയാ, ഈ നമ്മൾ അറിയത്തു പോലുമില്ല, നമ്മൾ ഓർക്കുന്നത് നമ്മൾ ദൈവനാമഹത്വത്തിന് വേണ്ടിയാണ്, വേറൊരാളുടെ ദുരുദ്ദേശത്തെ നമ്മൾ തടയാൻ നിൽക്കുന്നതെന്നൊക്കെയാണ്. പക്ഷേ ഈ ദേവദാസൻ പറഞ്ഞു തരുന്ന ഒരു കാര്യം, ഇവരൊന്നും അല്ല ചെയ്യുന്നത്, ഇത് വേറൊരാളുടെ പരിപാടിയാണ്, പുറകിൽ നിന്ന് ചിലർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യൂണിറ്റി ഇല്ലാതെ ആയി കഴിഞ്ഞാൽ മറ്റേ പുള്ളിക്കാരൻ്റെ ഉദ്ദേശമെല്ലാം സക്സസ്ഫുള്ളായി. അപ്പം എവിടെയെല്ലാം ഈ യൂണിറ്റി ഇല്ലായ്മ കാണുന്നുണ്ടോ അവിടെ ഒരിക്കലും ഇത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം അല്ല എന്ന് നമ്മൾ ചിന്തിക്കണം. എന്നോട് ഇങ്ങനെ എനിക്കൊരു ഫീലിംഗ് വരികയാണ്, ഇത് ശരിയല്ല, ഇവിടെ എന്തോ ഒക്കെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരികയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചോണം, ഇത് ദൈവാത്മാവിൻ്റെ ഒരു ഡയറക്ഷൻ അല്ലല്ലോ. ഞാൻ എന്തായാലും ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു സ്റ്റെപ്പ് പുറകിൽ നിന്ന് ദൈവമേ, കർത്താവ് സർവശക്തനാണല്ലോ, അങ്ങ് സർവജ്ഞാനിയാണല്ലോ, ഇനി ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അങ്ങ് കൈകാര്യം ചെയ്യണം, എനിക്കിതിനകത്ത് ഇടപെടാനോ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ഒരു കലഹം ഉണ്ടാക്കാനോ എനിക്ക് താല്പര്യമില്ല കർത്താവേ എന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ എത്രയോ അനുഗ്രഹമാണ്.
അപ്പോൾ നമ്മുടെ സഭകളിലൊക്കെ ഉള്ള യൂണിറ്റിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഇതാണ് അവിടെ ആവശ്യം. എന്തെല്ലാം പ്രശ്നമുണ്ടോ ഇതൊന്നും പരിഹരിക്കാൻ സാധിക്കാത്തൊരു ദൈവമല്ല നമ്മുടെ ദൈവം. ലീവ് ഇറ്റ് ടു ഗോഡ്. വളരെ പേഴ്സണലായിട്ട് ചില കാര്യങ്ങൾ പറയാം. ചില സഭകളിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായപ്പം ഞാൻ അവിടെയുള്ള ചില ചെറുപ്പക്കാരായിട്ടുള്ളവരോട് ഞാൻ പറഞ്ഞു കൊടുത്തു, ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പോയി ഇടപെടരുത്. നിങ്ങളുടെ ഉത്തരവാദിത്വം ദൈവത്തോട് പ്രാർത്ഥിക്കുക, നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുക. അവർ വലിയ പ്രായമുള്ളവരൊക്കെ ചെയ്യുന്നവരെന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തോട്ടെ, നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുക. ദൈവം ആണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുക. നമ്മളുടെ ഉത്തരവാദിത്വം എന്നാ? പ്രാർത്ഥിക്കുക. പ്രേ ഫോർ ദ യൂണിറ്റി. അപ്പം ഈ ആസ് വൺ മാൻ, അവിടെ ഒരു ബ്ലെസ്സിങ് ആണ് നമ്മൾ കാണുന്നത്. ദേ കെയിം ടുഗെദർ ആസ് വൺ മാൻ. യൂണിറ്റി വളരെ ആവശ്യമാണ് ഒരു മിനിസ്ട്രിയിൽ. അവരപ്പോൾ നോക്കി, ഈ ഇസ്രായേൽ മക്കളെല്ലാം അവിടെ അവർ വന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം വന്ന് അവർ വന്ന് ആ മിനിസ്ട്രി ചെയ്തു. രണ്ടാമത് കാണുന്ന ഒരു കാര്യം, ദെൻ ജോഷുവ ദ സൺ ഓഫ് ജോസാദാക്ക് ആൻഡ് ഹിസ് ബ്രദറൻ, അത് രണ്ടാമത്തെ വാക്യം, എസ്രാ 3 രണ്ടാമത്തെ വാക്യം. ആൻഡ് ഹിസ് ബ്രദറൻ the priest and Zerubbabel the son of Shealtiel and his brethren arose and built the altar of God to offer burnt offerings on it. ഇനി അതിനകത്ത് വാക്യങ്ങൾ താഴോട്ട് കടപ്പുണ്ട്. ആ ഫുൾ വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മറ്റു പലരും പ്രശ്നക്കാരൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും, മറ്റുള്ളവരെ ഭയം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ ആ ഓൾട്ടർ അവിടെ ബിൽഡ് ചെയ്തു. നമ്മൾ ഒന്നാമത് കണ്ട് there should be unity. ഒരു മിനിസ്ട്രിയുടെ സക്സസ്സിന് യൂണിറ്റി വേണം, അതവിടെ ഉണ്ടായിരുന്നു. രണ്ടാമത് they built an altar. അനേക ചെറുപ്പക്കാരായിട്ടുള്ള ഒരു വിവാഹം കഴിക്കുന്നതിന് മുമ്പൊക്കെ ഞാൻ അവരോട് എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അവർ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾക്ക് വേണ്ടി അവർ വരുമ്പോൾ ഞാൻ അവരോട് പറയും, a family that prays together stays together. അതാണ് ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം. എൻ്റെ കുടുംബജീവിതത്തിലാണെങ്കിൽ പോലും ഞങ്ങൾ ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് വരുന്ന ടൈം നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ആ ഒരു ടെൻഷൻ വീടിനുള്ളിൽ ഫീൽ ചെയ്യാം. നമ്മൾ എപ്പോഴും ആസ് ഫാമിലീസ്, നിങ്ങളുടെ ചിലർ വിവാഹം കഴിക്കാൻ പോകുന്നവരായിരിക്കാം, അല്ലെ വിവാഹം കഴിച്ചവരായിരിക്കാം, ഏത് സമയത്തോ ഈ ഓൾട്ടറിൻ്റെ പ്രസൻസ് നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഫാമിലി ലൈഫിൽ ഇല്ലാതെ വരുന്നോ അവിടെ പ്രശ്നങ്ങൾ വരും. ഓൾട്ടർ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഈ ദൈവത്തിൻ്റെ, അതായത് പ്രാർത്ഥന, ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം, അത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫാമിലി ലൈഫ്. എ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗെദർ സ്റ്റേസ് ടുഗെദർ. നമ്മളെ ഒരുമിച്ച് നിർത്തുന്ന ഒരൊറ്റ ശക്തിയാണ്, അത് വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അതില്ലെങ്കിൽ ഉറപ്പാണ് നമ്മൾ ഡേഞ്ചറിലേക്കാണ് പോകുന്നത്. നമ്മളൊരു പക്ഷേ ഒരു ബിസിനസ് ആയിരിക്കാം ചെയ്യുന്നത്. ആ ബിസിനസ്സിനകത്തും is God the center of my business. കർത്താവ് തരുന്ന ബിസിനസ് എനിക്ക് മതി. അതല്ലാതെ അരുതാത്ത രീതിയിലുള്ള ഒരു പണവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമില്ല. കർത്താവെ, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇത് അങ്ങയുടെ ഹിതപ്രകാരമുള്ള കാര്യമാണോ? ദാറ്റ് ഓൾട്ടർ, കർത്താവിനെ സെൻട്രൽ പൊസിഷന് നിർത്തിക്കൊണ്ട് വേണം നമ്മുടെ എല്ലാ കാര്യങ്ങളും, ഫാമിലി ലൈഫ് ആയിക്കോട്ടെ, നമ്മുടെ ബിസിനസ് ആയിക്കോട്ടെ, നമ്മുടെ സഭാജീവിതം ആയിക്കോട്ടെ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ബിൽഡിങ് ആൻ ഓൾട്ടർ. ഇവർ നോക്കി അവിടെ, ദോ ഫിയർ ഹാഡ് കം അപ്പോൺ ദം ബിക്കോസ് ഓഫ് ദ പീപ്പിൾ ഓഫ് ദോസ് കൺട്രീസ്, they set an altar on its basis and they offered burnt offerings on it, both the morning and evening burnt offerings. ഞാനൊക്കെ എൻ്റെ കുഞ്ഞിലെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെയൊക്കെ അപ്പച്ചനൊക്കെ ജീവിച്ചിരുന്ന ആ സമയത്ത് അന്ന് വെളുപ്പിനെ അവിടെ പാട്ട് തുടങ്ങുമ്പോൾ ഞങ്ങളൊക്കെ കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഓടി വന്നോണം. പാട്ട് തുടങ്ങും, അപ്പച്ചൻ പാട്ട് തുടങ്ങുമ്പോഴേക്കും അവിടെ വെളുപ്പിനെയാണ് അന്ന് പാടിക്കൊണ്ടിരുന്ന പാട്ട്. ഇന്നിപ്പോൾ എത്ര വീടുകളിൽ ആ പാട്ടുണ്ടെന്ന് അറിയാമല്ല. അതിരാവിലെ തിരുസന്നിധി അണയുന്ന അപ്പച്ചനൊക്കെ അന്ന് പ്രഭാതഗീതങ്ങൾ, നമ്മുടെ പാട്ടുപുസ്തകത്തിൽ അങ്ങനെയുണ്ട്. അന്ന് അവർ പാടിക്കൊണ്ടിരുന്ന പാട്ടുകൾ ഇന്നിപ്പം 8 മണിക്കും 9 മണിക്കും ഒക്കെ എഴുന്നേറ്റ് പ്രഭാതഗീതം പാടാൻ പറ്റും. പക്ഷേ അന്നത്തെ സമയത്ത് വെളുപ്പിനെ ഈ പാട്ടോടുകൂടിയായിരുന്നു ഞങ്ങൾ എഴുന്നേറ്റുകൊണ്ടിരുന്നത്. രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഈ ഒരു പാട്ടും പ്രാർത്ഥനയും അവരുടെ ജീവിതം, അതിൻ്റെയൊക്കെ നന്മകളാണ് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നത്, ഇന്ന് നമ്മളൊക്കെ അനുഭവിക്കുന്നത്. ഈ ഒരു കാര്യം, ഈ ഓൾട്ടറിൻ്റെ പ്രസൻസ് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്.
ഇത് വിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇതുകൊണ്ട് വീഴ്ചകളോ താഴ്ചകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നും വരില്ലെന്നല്ല. അതിൻ്റെ നടുവിലും ഈ ഓൾട്ടർ ഉള്ളപ്പോൾ നമുക്കൊരു ബലമുണ്ട്. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഈ കർത്താവിൻ്റെ ഹിതപ്രകാരം നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. പുട്ടിങ് Christ as the center of your family life, your church life, your society life, in every area, putting Christ as the center. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും അതൊന്നും കൂടെ ഒന്ന് റീഎംഫസൈസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ 10ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, when the builders laid the foundation of the temple of the Lord, the priests stood in their apparel with trumpets, and the Levites, the sons of Asaph, with cymbals to praise the Lord according to the ordinance of David king of Israel. നോക്കിയേ, അവരെല്ലാം ദൈവം പറഞ്ഞതുപോലെ കാര്യങ്ങൾ അവിടെ ചെയ്യുകയാണ്. the builder ഫൗണ്ടേഷൻ ഇട്ടു, ആ ടെമ്പിളിനുള്ള അടിസ്ഥാനം ഇട്ടതിന് ശേഷം അവർ ദൈവവചനം പറഞ്ഞ കാര്യങ്ങൾ അതേപടി അക്കോർഡിംഗ് ടു ദി ഓർഡിനൻസ് ഓഫ് ഡേവിഡ് കിങ് ഓഫ് ഇസ്രായേൽ. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വത്തിനാണ് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യണം, അതെല്ലാം ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാണ്. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുക. Those who wait on the Lord എന്ന് പറയുമ്പോൾ ഈ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ ഒരു ഉത്തരവാദിത്തത്തിലുള്ള കാര്യമാണ് ഡൂയിങ് തിങ്സ് ദ വേ ഗോഡ് വാണ്ട്സ് us to do. ഞാനിവിടെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക, എന്നിട്ട് ഞാൻ ചെയ്യേണ്ടതുപോലെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞാനിവിടെ കാത്തിരിക്കുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. God wants us to arrange our life, align our life according to His പ്ലാൻ ആൻഡ് പർപ്പസ്. അത് നമ്മൾ ആ രീതിയിൽ ജീവിക്കാനായിട്ട് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പം അങ്ങനെ ജീവിക്കുമ്പോൾ ഗോഡ്സ് പ്ലാൻ ഇസ് ഫുൾഫിൽഡ്. അത് കഴിഞ്ഞിട്ട് അവിടെ വായിക്കുന്നുണ്ട്, they sang responsively praising and giving thanks to the Lord, for he is good, for his mercy endures forever towards Israel. നോക്കിയേ, എത്ര മനോഹരം. അവരവിടെയും ദൈവത്തെ മഹത്വപ്പെടുത്തി. എല്ലാ രീതിയിലും ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. അപ്പം ഇനി എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പം അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. Would we have any challenges in our life or ministry if we do things according to the will of God? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ആർക്കെങ്കിലും ഇപ്പോൾ ഈ സൂം മീറ്റിംഗ് ഇരിക്കുന്ന ആർക്കെങ്കിലും ഇതിന് ആൻസർ ചെയ്യാൻ ധൈര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ആൻസർ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ദൈവത്തിന് ഇപ്പോൾ ഈ ഇസ്രായേൽ മക്കൾ ഇപ്പോൾ നോക്കി, ഇവർ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇതെല്ലാം ദൈവത്തിൻ്റെ ഹിതപ്രകാരം എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തു. ഇങ്ങനെ ചെയ്ത ഒരു കൂട്ടർക്ക് എന്തെങ്കിലും ദോഷമായിട്ട് ഭവിക്കാൻ സാധ്യതയുണ്ടോ? Would we have any challenges in our life or ministry if we do everything according to the will of God? ഒരുപക്ഷെ എല്ലാവരും മനസ്സിൽ ഒരുപക്ഷെ സോറി I said, is it possible? It is possible എന്ന് പറയുന്നു. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ it is not possible? We will have challenges. Andy, thank you. ആൻസർ കറക്റ്റ് ആയിരുന്നു. We will have challenges. ഈ ഇസ്രായേൽ മക്കള് ഇവരെല്ലാം കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അവിടെ നല്ല യൂണിറ്റി ആയിരുന്നു. അവിടെ ഒരു യാഗപീഠം അവിടെ ഉണ്ടായിരുന്നു. അവർ ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവം പറഞ്ഞിരുന്ന ആ കൽപ്പനകൾ അതുപോലെ അനുസരിച്ച് അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു. എല്ലാ രീതിയിലും ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു ഗ്രൂപ്പായിരുന്നു ഇന്ന് നമ്മളിവിടെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗ്രൂപ്പ്. പക്ഷെ അവിടെ ഉണ്ടായിരുന്നു അഡ്വേഴ്സറി, പ്രതിരോധി. ഈ കാര്യങ്ങളെ നിറവേറ്റാനായിട്ട് തടസ്സമായി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാർ, അഡ്വേഴ്സറി എല്ലായിടത്തും ഉണ്ട്. ഒരുപക്ഷെ ഇന്ന് ഈ വചന ശുശ്രൂഷ ചെയ്യുന്ന ഞാനും ഒരുപക്ഷെ ഒരു അഡ്വേഴ്സറി ആയിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴാണെന്നറിയോ? ഞാൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാതെ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ ഞാനും ഒരു മിനിസ്ട്രിക്ക് തടസ്സമായിട്ട് നിൽക്കാൻ എനിക്ക് സാധിക്കും.
ഞാൻ ഓർക്കുന്നത് ഞാനെല്ലാം നന്നായിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ എനിക്കും ഞാൻ സൂക്ഷിക്കുന്നില്ല എങ്കിൽ ഒരു മിനിസ്ട്രിയെ തടസ്സപ്പെടുത്താൻ, ഒരു മിനിസ്ട്രിയെ ഇല്ലാതെയാക്കാൻ എൻ്റെ വാക്കുകളെ ഞാൻ സൂക്ഷിക്കുന്നില്ലെങ്കിൽ, എൻ്റെ ആ ഇൻറ്റൻഷൻസിനെ ഞാൻ സൂക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ചില ഉദ്ദേശങ്ങൾ, ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് അതിന് തടസ്സം നിൽക്കുന്ന സകല കാര്യങ്ങളെ ഞാൻ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കും ഒരു അഡ്വേഴ്സറി. പക്ഷെ ഞാൻ ചിന്തിക്കുമ്പോൾ ഞാനെല്ലാം ദൈവനാമഹത്വത്തിനായിട്ടാണ് ചെയ്യുന്നതെന്നാണ് ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ ഐ ക്യാൻ ബി എ ഡേഞ്ചർ. എനിക്ക് അനേക മിനിസ്ട്രികളെ ഇല്ലാതെയാക്കാൻ സാധിക്കും. ദൈവം ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ അതിന് തടസ്സമായിട്ട് നിൽക്കാനായിട്ട് ഒരുപക്ഷെ എൻ്റെ ചില വാക്കുകളോ പ്രവൃത്തികളോ ഒക്കെ ഇടയായാൽ എത്രയോ ഭയാനകരമായ ഒരു കാര്യമാണ്. ഞാൻ കർത്താവിൻ്റെ പ്ലാനുകൾ ഒരുപക്ഷെ ഒരു ദൈവ പൈതൽ, ഒരു ദൈവമകനെ ചില പ്രത്യേകമായ രീതിയിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് അങ്ങനെയല്ലല്ലോ അത് ചെയ്യേണ്ടത്. ആ മിനിസ്ട്രി അങ്ങനെയല്ലല്ലോ, ആ മിനിസ്ട്രി ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. പിന്നെ എന്തിനാ ഈ മനുഷ്യൻ ഇതിങ്ങനെ ചെയ്യുന്നത്? അത് ശരിയല്ല, ഞാൻ അതിനെ തടസ്സപ്പെടുത്താൻ എല്ലാം ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി തുനിഞ്ഞാൽ ഒരുപക്ഷെ ദൈവം ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനെ ആയിരിക്കും ഞാൻ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതിന് എനിക്ക് അടി കിട്ടും. ഭയങ്കര നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. ദൈവത്തെ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ചെയ്യുന്ന കാര്യങ്ങളും സംഭവിക്കുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾക്ക് ഒരുപക്ഷെ വേദന ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചതുപോലൊന്നും അല്ല പോകുന്നതെങ്കിലും നമുക്കിതെല്ലാം കൊണ്ടുപോയി ചെല്ലാനായിട്ട് സാധിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്. ചില ചെറുപ്പക്കാർ, ഞാനിങ്ങനെ ഇവിടെ പറയുമ്പോൾ അതിൻ്റെ നല്ല അർത്ഥത്തിൽ തന്നെ എടുക്കണം. ചില ചെറുപ്പക്കാർ എൻ്റെ അടുത്ത് വന്ന് ചിലപ്പോൾ പറയാറുണ്ട്, ഈ മൂപ്പന്മാരല്ല ഇങ്ങനെ ചെയ്യുന്നത്, അതൊന്നും ശരിയല്ലല്ലോ, ഈ മൂപ്പന്മാർ ചെയ്യുന്നത് ശരിയല്ലല്ലോ, മൂപ്പന്മാർ ചെയ്യുന്നത് തെറ്റല്ലേ. അപ്പം ഒരുപക്ഷെ നമുക്ക് അവർ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നൊന്നും പറഞ്ഞു കൊടുക്കാനായിട്ട് ചിലപ്പോൾ നമുക്കത് നമ്മൾക്ക് ഒരുപക്ഷെ നമ്മുടെ കാഴ്ചപ്പാടിൽ അവർ ചിലപ്പോൾ ചെയ്യുന്നത് തെറ്റാണെന്നൊക്കെ നമുക്ക് തോന്നിയെന്നിരിക്കാം. നമ്മളെല്ലാം മനുഷ്യരാണ്. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു കൊടുക്കും, ഈ മൂപ്പന്മാരെന്നൊക്കെ പറയുന്ന ആൾക്കാർ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പോൾ അവർ ചെയ്യുന്നത് നമുക്കിനി അഥവാ തെറ്റാണെന്ന് തോന്നിയാൽ നമുക്കൊരു വഴിയുണ്ട്. നമുക്ക് ചെന്നിട്ട് അവരെ തിരഞ്ഞെടുത്ത ആളുമായിട്ട് നമുക്കൊരു പ്രത്യേകമായ ഒരു ആക്സസ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അവരെ തിരഞ്ഞെടുത്ത ഒരാൾ കർത്താവാണ്. ഈ കർത്താവിലേക്ക് അവർക്കുള്ളതുപോലെയുള്ള ആക്സസ് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് പറയാം, കർത്താവ് തിരഞ്ഞെടുത്ത ഈ ആൾക്കാർ കർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ല, ഇത് ശരിയാണോ കർത്താവ് എന്ന് കർത്താവിനോട് ചോദിച്ചിട്ട്, ഇനി കർത്താവ് അത് ശരിയല്ലെങ്കിൽ കർത്താവ് അതങ്ങ് തിരുത്തിയാൽ ഞാനായിട്ട് ഒരു വഴക്കനും പോകുന്നില്ല കർത്താവ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ ചെറുപ്പക്കാർ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിട്ടിട്ട് വെറുതെ അടി മേടിക്കരുതെന്ന് ഞാൻ സ്നേഹത്തോടെ പറയാൻ സാധിക്കുന്നിടത്ത് ഞാൻ ഇവിടെയുള്ള ചെറുപ്പക്കാരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഇതാ. എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടായി ഞാൻ അടി ഉണ്ടാക്കാൻ പോവാണ്, ഇതൊന്നും ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ദൈവത്തിൻ്റെ കൈകളിലേക്ക് ഈ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ച് നമ്മൾ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. സങ്കീർത്തനം 46:10 എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വാക്യമാണ്. ജീവിതത്തിൽ പല പ്രാവശ്യം ഞാനത് ചിന്തിച്ചിട്ടുണ്ട്. കർത്താവ് ഇതുപോലെ ഒന്ന് പാലിക്കാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഒഴിവാക്കാമായിരുന്നു. മിണ്ടാതിരുന്നു എല്ലാം നമ്മുടെ ആ വെയിറ്റിംഗ് ഓൺ ദ ലോർഡ്. ഈ അഡ്വേഴ്സറി വരുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങൾ നമുക്ക് വരും. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് പറയുന്നത് നോക്കി, അവരുടെ ജീവിതത്തിൽ നോക്കി. Now when the adversaries of Judah and Benjamin heard that the descendants of the captive, അത് 4:1 വായിക്കുന്നത്, descendants of the captivity were building the temple of the God of Israel, they came to Zerubbabel and the heads of the fathers' house and said to them, let us build with you. ഇതൊരു വേറൊരു കുഴപ്പമാണ്. ഈ അഡ്വേഴ്സറീസ് എന്ന് പറയുന്ന ആൾക്കാർ വരുമ്പോൾ നമുക്കൊരു പക്ഷേ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റിയെന്ന് വരത്തില്ല. അവർ വന്നിട്ട് ഇസ്രായേൽ മക്കളോട് പറയാണ്, ഞങ്ങളും നിങ്ങളുടെ കൂടെ ഈ ദേവാലയം പണിയാൻ ഞങ്ങളും കൂടെ കൂടാം. ഇവരെല്ലാവരും കൂടെ വരികയാണ്. അപ്പം അവർ വരുമ്പോഴേക്കും ന്യായമായിട്ട് നമ്മൾ ഓർക്കും, എത്ര നല്ല മനുഷ്യരെ,
ഇവർ ഈ അഡ്വേഴ്സറീസ് ആയിട്ടുള്ളവർ വന്നിരിക്കുന്നവർ, ഇതിനെ തകർക്കാനായിട്ട് വന്നിരിക്കുന്നവർ വരുന്ന രീതി കണ്ടോ? അവർ വന്നിട്ട് പറയാണ്, നിങ്ങളുടെ ഈ ദേവാലയം പണിയാൻ എനിക്കും കൂടെ കൂടണമെന്ന് ആഗ്രഹം, ഞങ്ങൾക്കും കൂടെ കൂടണമെന്ന് ആഗ്രഹമുണ്ട്. എന്നിട്ട് അവർ പറയുന്ന വാക്കുകൾ ഓരോന്ന് ശ്രദ്ധിച്ചു നോക്കി. ഫോർ വി സീക്ക് യുവർ ഗോഡ് ആസ് യു ഡു. നിങ്ങൾ സേവിക്കുന്ന നിങ്ങളുടെ ദൈവത്തെ തന്നെയാണ് ഞങ്ങളും സേവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പറയാണ്, ആൻഡ് വി ഹാവ് സാക്രിഫൈസ് ടു ഹിം സിൻസ് ദ ഡേയ്സ് ഓഫ് എസർഹഡോൺ കിങ് ഓഫ് അസിറിയ. നിങ്ങൾ യാഗം അർപ്പിക്കുന്നത് പോലെ തന്നെ ഞങ്ങളും പണ്ട് മുതലേ യാഗം അർപ്പിച്ചുകൊണ്ടിരുന്നവരാ. ഞങ്ങൾ പാരമ്പര്യ വിശ്വാസികളാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ ദുഷ്ടന്മാരല്ല. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ മിനിസ്ട്രീസിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അനേക ആകർഷണീയമായ പല കാര്യങ്ങളും പലരും നമ്മൾക്ക് ഓഫർ ചെയ്യാം. പല കാര്യങ്ങളും നമ്മുടെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ മുൻപിൽ വേണം നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട്. വി ഷുഡ് വെയിറ്റ് ഓൺ ദ ലോർഡ്. അവിടെ ഇവർ ഇതിങ്ങനെ വന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് നോക്കണം. അപ്പം ബട്ട് സെറുബാബേൽ ആൻഡ് ജോഷുവ അവർ ഈ ഒരു വാക്യം പെട്ടെന്ന് യു മേ ഹാവ് നത്തിങ് ടു ഡു വിത്ത് അസ് ടു ബിൽഡ് എ ഹൗസ് ഓഫ് അവർ ഗോഡ്. അവിടെ ഹൈലൈറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിരിക്കുക. സെറുബാബേലും മാക്കൂട്ടനും പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് ഇതിനകത്ത് കൈയിടണ്ട. ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അവർ വന്ന് ഈ കാര്യങ്ങൾ ചെയ്തോളും. ദയവ് ചെയ്ത് ഇതിനകത്ത് നിങ്ങൾ കൈയിടണ്ട. ദൈവം കൊണ്ടുവന്നിട്ടുണ്ട് ആൾക്കാരെ, ദൈവം ചെയ്തോളും എന്ന് പറയാണ്. അതിനുശേഷം നമ്മൾ വായിക്കുകയാണ്, ഈ പറഞ്ഞ കൂട്ടര് ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഇതിനെ കൂടെ പറയുന്ന 4-ാമത്തെ 5-ാമത്തെ വാക്യത്തിൽ എസ്രാ 4-ലും 5-ലും വായിക്കുമ്പോൾ ഈ പറഞ്ഞ കൂട്ടര് ഇപ്പം നേരെ തിരിഞ്ഞു. ഞങ്ങളെ ദേവാലയം പണിയാൻ കൂടാമെന്ന് പറഞ്ഞവർ നേരെ തിരിഞ്ഞിട്ട് ഇവർക്കെതിരെ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി. അത് ഡിസ്കറേജ് എന്ന് പറഞ്ഞേക്കുന്നത്. അവിടെ അവരെ എല്ലാ രീതിയിലും നിരുത്സാഹപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. ഏതെല്ലാം രീതിയിൽ ഈ ബിൽഡിംഗ്, ഈ ഒരു പണിയെ തടസ്സപ്പെടുത്താമോ ഈ ഗ്രൂപ്പ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. അത് കഴിയുമ്പോൾ നമ്മൾ വായിക്കുകയാണ് 16-ാമത്തെ വാക്യത്തിൽ, വി ഇൻഫോം ദ കിങ് ദാറ്റ് ഇഫ് ദിസ്. അതുകൊണ്ട് അവിടെ ആ 16 നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. യു വിൽ ഹാവ് നോ ഡൊമിനിയൻ ബിയോണ്ട് ദ റിവർ എന്ന് രാജാവിനോട് പോയി പറയാണ്, അവർ പണി തുടങ്ങിയിട്ടുണ്ട്, ഇനി ഇവരെ നിങ്ങൾ ഇങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾ അനുവദിച്ചാൽ, രാജാവിനോട് പറയാണ്, നീ ഇവരെ അനുവദിച്ചാൽ നിന്റെ എല്ലാ പദ്ധതികളും നിനക്ക് ഇതിനപ്പുറത്തോട്ടുള്ള ഒരു കാര്യങ്ങളിലും യാതൊരു അധികാരവും കാണത്തില്ല. ഇവർ നിന്റെ രാജ്യത്തെ നശിപ്പിക്കും എന്ന് രാജാവിനോട് പറയുകയാണ്. പെട്ടെന്ന് പോട്ടെ. 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, ഈ 4-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ വരുമ്പോഴേക്കും ഈ പണി ഇതോടുകൂടി അവസാനിച്ചു. അവിടെ കുറച്ച് നേരത്തേക്ക് അവിടെ അവർ നിർത്തിവെക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ അയ്യോ ഞങ്ങളെല്ലാം ദൈവം ആഗ്രഹിച്ചതുപോലെ എല്ലാം ചെയ്തു, ദൈവം പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു, എന്നിട്ടും ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഇതെത്രയോ ദുഃഖകരമായ ഒരു കാര്യമാണ്. ദൈവമേ, ഇതെന്തൊരു അപകടകരമായ ഒരു കാര്യമാണ്. ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഞങ്ങൾ വിചാരിച്ചിരുന്നത്, ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ലല്ലോ ദൈവമേ എന്ന് നമ്മൾ പറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, ഈ വർക്ക് ഇവിടെ ഇങ്ങനെ നിന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസികളായിട്ടുള്ളവർ പലപ്പോഴും തകർന്നു പോകുന്നത്. അപ്പോൾ ഓർക്കും, നമ്മൾ എന്തിനാ ഇതെല്ലാം ചെയ്തത്? ദൈവം പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്തു, ദൈവം പറഞ്ഞതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ മിനിസ്ട്രിക്ക് ഇറങ്ങിയത്, ഞാൻ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സേവിച്ചു, പലരും എന്നോട് ഇതിന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിന് പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം വരുമ്പം എനിക്ക് ഇതാണോ കിട്ടുന്ന കർത്താവേ, ഇതാണോ എനിക്കുള്ള റിവാർഡ് കർത്താവേ, ഇപ്പോൾ കണ്ടോ ഇവർ ചെയ്തു വെച്ചേക്കുന്ന കണ്ടോ എന്ന് പറഞ്ഞ് നമുക്ക് ഒരുപക്ഷെ കർത്താവിനെ ചോദ്യം ചെയ്യാനായിട്ട് വളരെ സാധ്യതകളുണ്ട്. പ്രിയമുള്ളവരെ, എന്നാൽ ഈ എസ്രായുടെ ഈ ഒരു പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായ ചില പാഠങ്ങൾ നമുക്ക് പഠിക്കാം. ഈ പ്രിയപ്പെട്ടവർ അവരൊന്നിനും ആരുമായിട്ട് യാതൊരു അടി ഉണ്ടാക്കാനായിട്ടോ യാതൊരു പ്രയാസത്തിനോ ഈ കൂട്ടർ പോയില്ല. അവർ ദൈവത്തിൽ തന്നെ ആശ്രയിച്ചു. സങ്കീർത്തനം 46:10 വീണ്ടും ഞാൻ വായിക്കാം. അതിങ്ങനെയാണ്, ബി സ്റ്റിൽ and know that I am God. Psalm 46:10. മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളുവിൻ. ഹല്ലേലൂയ. എത്ര ഇവർ ചെയ്തത് അതാണ്. എന്തെല്ലാം തടസ്സങ്ങൾ വന്നു, എന്തോരം കഷ്ടപ്പെട്ടവർ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം വന്നപ്പം റിസൾട്ട് ഇതാണോ കർത്താവേ എന്നൊന്നും ചോദിക്കാൻ അവർ പോയില്ല.
അവർ യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നു. അതിന് നല്ലൊരു വാക്യമുണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ 5-ാം അധ്യായത്തിൽ അവിടെ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മളിവിടെ കാണുകയാണ്. ഇപ്പം നമ്മൾ ഈ ഒരു ഭാഗം വരുമ്പോഴേക്കും വെയിറ്റിംഗ് ഓൺ ദ ലോഡാണ്. ഇത് വെയിറ്റിംഗ് ഓൺ ദ ലോഡ്. അപ്പോൾ 2-ാമത്തെ വാക്യത്തിലേക്ക് വയ്ക്കുമ്പോൾ അവിടെ ഞാനൊരു ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഒരു വാക്കുണ്ട്, റോസ് അപ്പ്. So Zerubbabel, the son of Shealtiel, and Joshua, the son of Jozadak, rose up and began to build the house of God which was in Jerusalem. And the prophets of God were with them, helping them. അപ്പം ഞാൻ ചിന്തിക്കുക, ഇതെന്തിനായിരിക്കും അവിടെ റോസ് അപ്പ് എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്? എന്ന് പറഞ്ഞാൽ അവരെഴുന്നേറ്റു. അപ്പോൾ അവരെഴുന്നേറ്റെന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരർത്ഥം എന്താണ്? അവരവിടെ ഇരിക്കുകയായിരുന്നു. ദൈവം പറഞ്ഞു, അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നു. ചില സമയത്ത് നമ്മളൊക്കെ വളരെ ആക്റ്റീവായിട്ട് പല മിനിസ്ട്രീസിലൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുമ്പോഴായിരിക്കും ദൈവം ചില സമയത്ത് പറയും, നീ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ചില തടസ്സങ്ങൾ പോലെ നമുക്ക് തോന്നാവുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നെന്നിരിക്കും. അന്നേരം നമ്മൾ ഓർക്കും, ഇതെന്താ ഇങ്ങനെ വന്നേ? അപ്പോൾ ദൈവം പറയാണ്, നീ അവിടെ ഇരിക്കുക, ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പം ചിലപ്പോൾ നമുക്ക് നമ്മുടേതായ ചില പ്ലാനുകളോടുകൂടിയാണല്ലോ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. പെട്ടെന്ന് ഈ പ്ലാനുകളെല്ലാം അങ്ങ് ഇല്ലാതെയായി പോകുന്നല്ലോ ഒക്കെ നമുക്കങ്ങ് തോന്നുകയാണ്. യഥാർത്ഥത്തിൽ ഈ പ്ലാനൊക്കെ ആരുടെയാണ്? യഥാർത്ഥത്തിൽ പ്ലാൻ ദൈവത്തിൻ്റെയാണ്. അപ്പം ഈ പ്ലാൻ പ്രകാരം ദൈവമാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവരോട് ഈ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഈ 5:1 ഇങ്ങനെ വായിക്കുന്നുണ്ട്, then the prophet Haggai and Zechariah the son of Iddo prophets prophesied to the Jews who were in Judah and Jerusalem in the name of the God of Israel who was over them. ഹഗ്ഗായി പ്രവാചകനും സക്കറിയ പ്രവാചകനും വന്നിട്ട് ഇവരോട് ഇവരെ ആ രീതിയിൽ പ്രൊഫസി ചെയ്ത് ഇവരെ എൻകറേജ് ചെയ്യാണ്. അങ്ങനെ ആ ദൈവദാസന്മാർ വന്ന് പറഞ്ഞപ്പോൾ അവരന്നേരമാണ് എഴുന്നേൽക്കുന്നത്. ഗോ, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ അരുളപ്പാട്, നിങ്ങൾ പോവുക, പണി തുടങ്ങുക. ഓക്കെ, അടുത്ത നോക്കിയാണ് അടുത്ത വാക്യം. നമ്മൾ ഈ 37-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിൽ അവിടെ വായിക്കുന്നുണ്ട്, റെസ്റ്റ് ഇൻ ദ ലോർഡ് ആൻഡ് വെയിറ്റ് പേഷ്യൻ്റ്ലി ഫോർ ഹിം. ദൈവത്തിൽ ആ ഒരു ആശ്രയിക്കുന്നവരുടെ പേഷ്യൻ്റ് വെയിറ്റിംഗ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഡു നോട്ട് ഫ്രെറ്റ് ബിക്കോസ് ഓഫ് ഹിം ഹൂ പ്രോസ്പേഴ്സ് ഇൻ ഹിസ് വേ, ബിക്കോസ് ഓഫ് ദ മാൻ ഹൂ ബ്രിങ്സ് വിക്കറ്റ് സ്കീം ടു പാസ്. നമ്മൾ നോക്കുമ്പം നമ്മളെ ചിലപ്പോൾ മണ്ടന്മാരെന്ന് ചിലർ വിളിക്കാറുണ്ട്. എന്തിനാണെന്നറിയോ? നീ നോക്കിയിരുന്നു, നീ യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നു, ഇതുപോലൊരു മണ്ടത്തരം. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ളവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുമ്പോൾ നീ ഓരോ ദൈവമെന്നും പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുക. ഇങ്ങനെയൊരു സാധനമൊന്നുമില്ല, നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്താലേ ഉള്ളൂ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് യൂണിവേഴ്സിറ്റീസിലൊക്കെ ഒത്തിരി കോളേജുകളും യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പഠിക്കുമ്പോഴും അല്ലെ നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളുണ്ട്, ജോലി സ്ഥലത്താണെങ്കിൽ പോലും നീ യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നോ, ഒരു പ്രയോജനമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ നോക്കിയിരിക്കുമ്പം അവർക്ക് വലിയ പ്രൊമോഷൻ കിട്ടുന്നു. നമ്മൾ ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നത് പറയുന്നവർക്കൊന്നും ഈ പറയുന്ന പ്രൊമോഷനും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ പ്രൊമോഷൻ വരുന്നത് വേറെ രീതിയിലാണ്. നമ്മളുടെ ലൈഫിൽ ദൈവം ചില പ്രൊമോഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഇവരിൽ കാണുന്ന പ്രൊമോഷൻ അല്ല നമുക്കുള്ളത്. വെയിറ്റിംഗ് പേഷ്യൻ്റ്ലി ഓൺ ദ ലോർഡ്. എത്ര വാക്യങ്ങളാണെന്നറിയാം ഇതിനോട് ബന്ധത്തിലുള്ള. സങ്കീർത്തനം 37-ാമത്തെ വാക്യത്തിൽ, ഫോർ ഈവിൾ ഡൂവേഴ്സ് ഷാൽ ബി കട്ട് ഓഫ്, ബട്ട് ദോസ് ഹു വെയിറ്റ് ഓൺ ദ ലോർഡ് they shall inherit the earth. ഈ പറയുന്ന മിടുക്കന്മാരും മാന്യന്മാരുമായിട്ടുള്ളവരൊക്കെ അവർക്കൊരു അവസാനമുണ്ട്. പക്ഷേ ദൈവത്തിൽ വെയിറ്റ് ചെയ്യുന്നവരുടെ നന്മകൾ എന്ന് പറഞ്ഞാൽ അത് മനോഹരമാണ്. നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായ കാര്യങ്ങളാണ്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു ഗുണമുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മളിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വെയിറ്റിംഗ് ഇസ് എ ബ്യൂട്ടിഫുൾ തിങ്. ചിലപ്പോൾ അത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കാം ആ വെയിറ്റിംഗ്, പക്ഷേ ആ വെയിറ്റിങ്ങിൽ കൂടി ദൈവം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അതിമനോഹരമായ ജീവിത അനുഭവങ്ങൾ, ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ കാണുകയാണ്. യോബിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പം അതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോഴേക്കും
ഇയ്യോബ് പറയുന്ന ചില വളരെ നമുക്കെല്ലാവർക്കും അറിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇയ്യോബ് പറയുന്നുണ്ട്, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം എനിക്ക് മനസ്സിലായി, ഇപ്പം എനിക്ക് എന്നെ തന്നെ മൊത്തത്തിലൊന്ന് മാറ്റിയെടുത്തു. നേരത്തെ എനിക്കൊരു കേൾവി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമുക്ക് ഈ ദൈവത്തെക്കുറിച്ചൊരു കേൾവി മാത്രമേ ഉള്ളൂ. ചില ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഈ ദൈവത്തെ രുചിച്ചറിഞ്ഞതിന് ശേഷം, ഓ കർത്താവേ അങ്ങ് എത്ര മഹാൻ എന്ന് പറയാനായിട്ട് നമുക്കിടയാവും. അപ്പോൾ അതാണ് ദോസ് ഹു വെയിറ്റ് ഓൺ ദ ലോർഡ്. ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് പല കാര്യങ്ങൾ ചെയ്തു തരുന്നത്. വെയിറ്റ് ചെയ്ത് ആ മനോഹരമായ ആ ഒരു ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ കാണുമ്പോൾ യു വിൽ പ്രൈസ് ഗാഡ്. സങ്കീർത്തനം 37:24 അത് ആ അധ്യായം മുഴുവനും വെയിറ്റിംഗ് ഓൺ ദ ലോർഡിനെ കുറിച്ച് അനേക കാര്യങ്ങൾ പറഞ്ഞു. വെയിറ്റ് ഓൺ ദ ലോർഡ് ആൻഡ് കീപ് ഹിസ് വേസ് ആൻഡ് ഹി ഷാൽ എക്സോൾട്ട് യു ടു ഇൻഹെറിറ്റ് ദ ലാൻഡ് ആൻഡ് വെൻ ദ വിക്കഡ് ആർ കട്ട് ഓഫ് യു ഷാൽ സീ. നിങ്ങൾ കാണും ദൈവത്തെ വെയിറ്റ് ചെയ്തവരുടെ നന്മ. ഞാൻ ഈ സങ്കീർത്തനം 37-73 നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി പറയാം. 37-73 ഇത് ഓർക്കാൻ എളുപ്പമുണ്ടല്ലോ. ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി പ്രശ്നങ്ങൾ കൂടി കടന്നു പോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഞാനിങ്ങനെ ഈ ട്രെയിനിൽ യാത്ര ചെയ്യാം. അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്ത് ഞാനിങ്ങനെ അവിടെ ഒരു ബൈബിളൊക്കെ വായിച്ചുകൊണ്ടിരുന്നപ്പം ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ അമ്മച്ചി വന്നിരുന്നു, മോനെ എന്നെ ഉണ്ട്, നീ ബൈബിളാണല്ലോ വായിക്കുന്നത്, നീ വിശ്വാസിയാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു വിശ്വാസിയാണ്. അപ്പോൾ ഈ അമ്മച്ചിയോട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പോകുന്ന ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരി പേര് ഈ ജോലി സ്ഥലത്തൊക്കെ എന്നെ ഒത്തിരി പേര് ഉപദ്രവിക്കുകയും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്നതായി ഈ അമ്മച്ചിയോട് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ്, ഈ 37-ാം സങ്കീർത്തനവും 73-ാം സങ്കീർത്തനവും നീ എന്നും ഓർത്തിരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മച്ചി പറഞ്ഞൊരു കാര്യം, ഈ 2 അധ്യായത്തിലും ദൈവത്തിൽ ആശ്രയിക്കാത്തവർ വളർന്നു പോകുന്നത് പോലെ നമുക്ക് ചിന്തിക്കുമെങ്കിലും അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ആത്യന്തികമായിട്ട് അതെല്ലാം നന്മയ്ക്കായിട്ട് വരുന്നു എന്നുള്ള നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മളെ എൻകറേജ് ചെയ്യുന്ന 2 അധ്യായങ്ങളാണ് സങ്കീർത്തനം 37-ഉം സങ്കീർത്തനം 73-ഉം. ആ അമ്മച്ചി പറഞ്ഞ വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നും ഓർത്തിരിക്കും. അത് ദൈവം അന്ന് ആ ഒരു ദൈവദാസിയെ എൻ്റെ അടുത്ത് കൊണ്ട് ഇരുത്തിയതുപോലെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ 37-ാമത്തെ സങ്കീർത്തനത്തിൽ ഞാൻ ഇങ്ങനെയുള്ള വാക്യങ്ങൾ എടുക്കാൻ കാരണം. ഞാൻ പിന്നെ നമ്മൾ നേരത്തെ അതോടെ യശയാവെന്ന് എഴുതിയിരിക്കുന്ന യശയവല്ല, അത് സങ്കീർത്തനാണ്, സോറി. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ എം ഗോഡ്, ഐ വിൽ ബി എക്സോൾട്ടഡ് അമംഗ് ദ നേഷൻസ്, ഐ വിൽ ബി എക്സോൾട്ടഡ് ഇൻ ദി എർത്ത്. ദൈവം മഹത്വം എടുക്കും. അത് ബി സ്റ്റിൽ, നമ്മൾ മിണ്ടാതിരുന്നവൻ. എന്നിട്ട് ഈ പ്രിയപ്പെട്ടവർ ഇവർ വെയിറ്റ് ചെയ്യുകയാണ്. ഈ വെയിറ്റ് ചെയ്ത് ഞാൻ വളരെ പെട്ടെന്ന് ഞാൻ പൊക്കോട്ടെ. വെയിറ്റ് ചെയ്തതിൻ്റെ റിസൾട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. നോക്കിക്കോണം, ഇവിടെ വായിക്കുന്നത് നോക്കി, 5-ന്റെ എസ്രാ 5-5 നമ്മൾ വായിക്കാം. ബ്യൂട്ടിഫുൾ റിസൾട്ടാണ്. ബട്ട് ദി ഐസ് ഓഫ് ദെയർ ഗോഡ് വാസ് അപ്പോൺ. ഇനിയുണ്ടല്ലോ, ഇവർ ഈ എഴുന്നേറ്റ് പണി തുടങ്ങിയപ്പോഴേക്കും വീണ്ടും മറ്റവന്മാർ എഴുന്നേറ്റ് വന്നിട്ട് തടസ്സം വരുത്താൻ നോക്കുകയാണ്. അപ്പം ഇവിടെ വായിക്കുകയാണ്, the eyes of their God was upon the elders of the Jews so that they could not make them cease. ഈ പ്രാവശ്യം നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണുകൾ ഈ പ്രിയപ്പെട്ടവരുടെ മേലുണ്ടായിരുന്നു. പല രീതിയിലും അവന്മാർ തടസ്സപ്പെടുത്താൻ നോക്കിയിട്ട് ഈ പ്രാവശ്യം പരിപാടി നടന്നില്ല, അവരുടെ പദ്ധതികളൊന്നും നടന്നില്ല. കാരണം എന്നാ? ദൈവത്തിൻ്റെ കണ്ണുകൾ അവിടെ അവരുടെ മേലുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ദൈവത്തിൻ്റെ പദ്ധതി എന്നതാണ്? ഇത് നിറവേറ്റണം. ഈ നമ്മുടെ പ്രിയപ്പെട്ടവർ വെയിറ്റ് ചെയ്തു. ദൈവം തക്ക സമയത്ത് അവരെ എഴുന്നേൽപ്പിച്ചു. പണി തുടങ്ങിയിരിക്കുകയാണ്. ദൈവം പണി തുടങ്ങിയ സ്ഥിതിക്ക് ഇനി ആർക്കും തടസ്സം നിൽക്കാൻ പറ്റത്തില്ല. ഇവന്മാർ ചെന്ന് വീണ്ടും രാജാവിനോടൊക്കെ സംസാരിച്ച് നോക്കി. അപ്പം അവിടെ പറയുന്നുണ്ട്, നമ്മുടെ രണ്ട് രാജാക്കന്മാർ 6:16 പറഞ്ഞു, ഡു നോട്ട് ഫിയർ ഫോർ ദോസ് ഹു ആർ വിത്ത് us ആർ മോർ ദാൻ ഹു ആർ വിത്ത് ദം. നമ്മുടെ കൂടെയുള്ള ദൈവം, ഈ ദൈവം ഇപ്പോൾ ഇവരുടെ കൂടെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുകയാണ്, എസ്രാ 6:7 വരുമ്പോഴേക്കും ഈ രാജാവിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്യാൻ പോയ ആൾക്കാരോട് രാജാവ് പറയുന്ന ചില വാക്കുകളാണ് കാണുന്നത്. ഭയങ്കര ഒരു രസമാണ് ഇത് വായിക്കുമ്പോൾ. നല്ല നമുക്കൊരു ഗൂസ് ബംസ് പറയും, കുളിര് കൊള്ളുക എന്ന് പറയും. അവിടെ എന്നാ വായിക്കുന്നത്? രാജാവിൻ്റെ വാക്കുകളാണ് നമ്മൾ വായിക്കുന്നത്. ലെറ്റ് ദ വർക്ക് ഓഫ് ദിസ് ഹൗസ് ഓഫ് ഗോഡ് അലോൺ. അവർ ചെയ്തിരിക്കുന്ന പണി വെറുതെ വിടുക, നിങ്ങൾ അതിനകത്ത് കയറി ഇടപെടരുത്, ഇടപെട്ടാൽ അടികൊള്ളും എന്നാണ് രാജാവ് പറയുന്നത്.
അപ്പോൾ ഞാൻ ഓർക്കുക ഈ സമയത്ത് ഈ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും ദാര്യാവേശ് രാജാവ് അവിടെ ഉള്ളത്. അപ്പോൾ ദാര്യാവേശ് രാജാവിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ ദാനിയൽ ഒക്കെ അവിടെ ഉണ്ടല്ലോ ആ സമയത്ത്. ഡാനിയലിൻ്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കാം. ദൈവമക്കൾ അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. ആ പണി തടസ്സപ്പെടുത്താനായിട്ട് പാടില്ല. രാജാവും കൂടി ഇവരുടെ കൂടെ നിൽക്കുക. നോക്കിയാണ് എത്ര മനോഹരമായ വാക്യങ്ങളാണ്. വളരെ പെട്ടെന്ന് ഞാൻ പോവാം. Moreover, I issue a decree as to what you shall do for the elders of these Jews, for the building of the house of God. Let the cost be paid at the king's expense from the tax. 6:8 ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. അത് വായിക്കുമ്പോഴാണ് അതിൻ്റെ മനോഹരത്തെ മനസ്സിലാക്കുന്നത്. രാജാവ് ഒരു കാര്യം പറഞ്ഞു, ആ പണിക്ക് നിങ്ങൾ തടസ്സം നിൽക്കരുത്. അവർ ചെയ്യുന്ന പണി പൂർത്തിയാക്കാൻ അവരാരും അനുവദിക്കണം. രണ്ടാമത് രാജാവ് പറയാണ്, 6:8 വായിക്കുകയാണ്, ഇതിന് സംബന്ധമായിട്ടുള്ള ചെലവുകൾ മുഴുവനും രാജാവിൻ്റെ കയ്യിൽ നിന്ന് പോകണം. അതായത് ഒരു ടാക്സ് രാജാവ് പറയാം എന്ന് പറഞ്ഞ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞ് ഈ പണിക്ക് വേണ്ടിയിട്ടുള്ള ചെലവുകളുണ്ടെങ്കിൽ അതും ഞാൻ എൻ്റെ ടാക്സിൽ നിന്ന് എടുത്ത് ഞാൻ കൊടുത്തോളാം, അതും ഞാൻ കൊടുക്കുന്നതായിട്ട് അവരോട് പറഞ്ഞേക്കാൻ പറഞ്ഞു. നമുക്ക് അത്ഭുതം തോന്നും ഒരു രാജാവിനെ ദൈവം ഉപയോഗിക്കുന്ന രീതി. ദാര്യാവേശ് രാജാവിൻ്റെ വാക്കുകളാണ് ഈ കേൾക്കുന്നത്. ലെറ്റ് ദ കോസ്റ്റ് ബി പെയ്ഡ് അറ്റ് ദ കിങ്സ് എക്സ്പെൻസ് ഫ്രം ടാക്സസ്. രാജാവിൻ്റെ ചെലവിൽ ഈ കാര്യങ്ങൾ നടക്കട്ടെ എന്ന്. വാവ്, നമ്മുടെ ദൈവം എത്ര മഹാനാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ വായിക്കുകയാണ്, ഒരു കാര്യം കൂടെ രാജാവ് പറഞ്ഞു, also I issue a decree that whoever alters this edict, let a timber be pulled from his house and erected and let him he hanged on it. എന്തായാലും ഇത് മുഴുവനും നിങ്ങൾ മലയാളത്തിലൊന്ന് വായിച്ചു നോക്കണം. എന്നാൽ 11ാമത്തെ വാക്യം ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഇതിന് തടസ്സം നിൽക്കുന്ന ആരെങ്കിലും എൻ്റെ കണ്ണിൽ പെട്ടാൽ ഞാൻ പറയുന്നതാണ്, അവരെ തൂക്കിക്കൊല്ലാനാണ് പറയുന്നത്. നമ്മൾ അത്ഭുതപ്പെട്ടു പോവും ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത്. ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ, ദ റിസൾട്ട് ഓഫ് വെയിറ്റിംഗ് ഓൺ ദ ലോർഡ്. നമ്മളെ ആൾക്കാർ പറയും നീ മണ്ടനാണ്, നീ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടൊക്കെ ജീവിച്ചോ, ഒരു പ്രയോജനമില്ല. ചെറുപ്പക്കാരായിട്ടുള്ള എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, മനുഷ്യരെന്തും പറഞ്ഞോട്ടെ, നമ്മുടെ കണ്ണുകൾ ഈ ദൈവത്തിങ്കിലാണെങ്കിൽ, ഈ ദൈവത്തിലാണ് നമ്മുടെ ആശ്രയമെങ്കിൽ, ഒരിക്കലും നമ്മളെ കൈവിടാത്തതും ഉപേക്ഷിക്കാത്തതുമായ ഒരു കർത്താവ്, എത്ര ആൾക്കാർ നമ്മളെ ലജ്ജിപ്പിക്കാൻ ശ്രമിച്ചാലും തകർക്കാൻ ശ്രമിച്ചാലും, ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം തക്ക സമയത്ത് ഉയർത്തും. ഒരു പക്ഷേ നമ്മൾ ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു ചലഞ്ചസ് വരുമോ എന്ന് ചോദിച്ചാൽ യെസ്, ചലഞ്ചസ് വരും. ആ ചലഞ്ചസും ദൈവം അനുവദിച്ചതുകൊണ്ടാണ് വരുന്നത്. അല്ലാതെ ദൈവം അറിയാതെ ഒന്നുമല്ല ഈ ചലഞ്ചസ് ഒന്നും നമ്മുടെ ലൈഫിൽ വരുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ ഓർക്കും, കർത്താവ് എന്തിനാണ് ഇങ്ങനെ ഒരു തടസ്സം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ ചോദിക്കും, എന്തിനാണ് ഈ മനുഷ്യനെ കൊണ്ട് എന്നെ ഇങ്ങനെ, എൻ്റെ തല തിന്നാനായിട്ട് ഈ മനുഷ്യൻ, എൻ്റെ ജോലി സ്ഥലത്ത് തല തിന്നാൻ ഒരാൾ വരും, അല്ലെങ്കിൽ വേറൊരുത്തായിരിക്കും നമ്മുടെ തല തിന്നുന്നു. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ നമ്മുടെ തല തിന്നാനായിട്ട് ചിലരെ ഇങ്ങനെ എന്തിനാ ഇവരെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം മൗനമായ നമ്മളെ ഇങ്ങനെ ശാന്ത ഇതിൽ നമ്മളോട് ചിലപ്പോൾ ദൈവം പറയാറുണ്ട്, എടാ നിന്നെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണമെങ്കിൽ ഇങ്ങനെയുള്ളവന്മാരെ ഉണ്ട്, അവരെയും കൊണ്ട് എനിക്ക് ചില ആവശ്യങ്ങളുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കണമെന്ന് ദൈവം ഇവരെ വെച്ചിരിക്കുന്നത് നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെ തിരുത്താനാണോ പോകേണ്ടത്? നമ്മളെ തന്നെയാണ് തിരുത്തേണ്ടത്. ദൈവം ഇങ്ങനെയുള്ളവരുടെ നമ്മുടെ ലൈഫിലൊക്കെ അനുവദിക്കുമ്പോൾ വെയിറ്റ് പേഷ്യൻ്റ്ലി ഓൺ ദി ലോർഡ്. ദൈവമേ ഇത് എന്തിനാണ് എൻ്റെ ജീവിതത്തെ അനുവദിച്ചത്? അതിൽ കൂടി ഞാൻ എന്നാ പഠിക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നത്? അത് മാത്രം നമ്മൾ ചോദിക്കുക, പഠിക്കുക, ബാക്കി കാര്യം ദൈവം ക്രമീകരിച്ചു. എന്ത് മനോഹരമായ കാര്യമാണെന്ന് വയ്ക്കുക. എല്ലാ രീതിയിലും അവർ യഹോവയിൽ ആശ്രയിച്ച് ആ ശബ്ദം കേൾക്കാൻ കാത്തിരുന്നു. തക്ക സമയത്ത് ദൈവം എത്ര മനോഹരമായിട്ട്, ഒരു രാജാവിനെ കൊണ്ട് ഈ പണി തുടങ്ങിയെങ്കിൽ മറ്റൊരു രാജാവിനെ കൊണ്ട് ഈ പണി അവസാനിപ്പിക്കാനായിട്ടും ദൈവം ഉപയോഗിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും ഒരു നന്മയ്ക്കും കുറവില്ല. ചെറുപ്പക്കാരായിട്ടുള്ളവരോട് എനിക്ക് ഓർപ്പിക്കാനുള്ള കാര്യം, but those who wait on the Lord, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിലായാലും, കരിയറിനോടുള്ള ബന്ധത്തിലായാലും, ജോലി സംബന്ധമായ കാര്യങ്ങളായാലും, വിവാഹ ജീവിതത്തോടുള്ള ബന്ധത്തിലായാലും, ഏത് മേഖലയിലും ദൈവത്തിൽ ആശ്രയിക്കണം. ചെറുപ്പക്കാരായിട്ടുള്ളവർ ചിലരോട് ഞാൻ പറയാറുണ്ട്, ഈ കാലഘട്ടങ്ങളിലൊക്കെ ഒത്തിരി
യുനോ അവർക്ക് ഇഷ്ടമുള്ള പോലെ വിവാഹം കഴിക്കുക അങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ട്. ദൈവം നിങ്ങളെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്ന ഒരു പദ്ധതി ഉള്ളതുകൊണ്ടാണ്. അപ്പം നിങ്ങളൊരു ഒരു ഒരു ലൈഫ് പാർട്ട്ണറിനെ പോലും സെലക്ട് ചെയ്യുമ്പോൾ കർത്താവിനോട് ചോദിക്കുക, കർത്താവെ, കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഉത്തമമായിട്ടുള്ളൊരു ഭാര്യ അല്ലെങ്കിൽ തക്കതായൊരു തുണ, ഒരു ഭർത്താവ്, കർത്താവെ എൻ്റെ ജീവിതത്തിൽ ആരാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? എനിക്കറിയാം ഞാൻ തിരഞ്ഞെടുത്താൽ ചിലപ്പോൾ ചില പോരായ്മകളൊക്കെ അതിനകത്ത് വരും. പക്ഷെ കർത്താവെ അങ്ങ് തിരഞ്ഞെടുക്കാമെങ്കിൽ എത്ര മനോഹരമായിരിക്കും. കർത്താവ് എനിക്കൊരു തക്കതായൊരു തുണ അങ്ങ് നൽകി തരാമെങ്കിൽ അതിൻ്റെ ജീവിതത്തിൽ ഇത്ര അനുഗ്രഹമായി തരും. അങ്ങനെ വരുമ്പോൾ അങ്ങയുടെ, അത് കർത്താവിന് നല്ലതായിട്ട് അറിയാം, കർത്താവിൻ്റെ കൈകളിലേക്ക് നമ്മുടെ തീരുമാനങ്ങളെല്ലാം കർത്താവിനേക്ക് ഏൽപ്പിക്കുക. ആൻഡ് വെയിറ്റ് ഓൺ ദ ലോർഡ്. അതിൻ്റെ എൻഡ് റിസൾട്ട് എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, ഇറ്റ് വിൽ ബി എ ബ്ലെസ്സിങ്. 100% ബ്ലെസ്സിങ് ആണ്. ദൈവം ഒരിക്കലും നമ്മളെ ലജ്ജിക്കാൻ ഇടയാക്കത്തില്ല. ഇത്ര നല്ലൊരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഈ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ, നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ദൈവത്തിൻ്റെ വിലയേറിയ നാമം ഇന്ന് എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. Thank you, dear uncle, for sharing with us the word of God. Yes, he can break the unbreakable. He can make ways where there seems to be no way. He can open doors that can never be opened. ഏതൊരു വാതിൽ നമ്മുടെ മുന്നിൽ അടഞ്ഞാലും ദൈവത്തിന് അത് തുറക്കാൻ കഴിയും. നമ്മൾ പോലും അറിയാത്ത ആളുകളെ, നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ആളുകളെ പോലും ദൈവം എടുത്ത് ഉപയോഗിക്കും. ദൈവത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ദൈവം എടുത്ത് ഉപയോഗിക്കും. പക്ഷേ ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ we should yield to him. നമ്മൾ ദൈവത്തിന് മുന്നിൽ താഴ്ന്ന് ഒരു ഹംബിൾ മെന്റാലിറ്റിയുടെ മുന്നിൽ നമ്മൾ ദൈവത്തിന് മുന്നിൽ ഇരിക്കണം. Let us live a life that is God-centered. It can be in our family life, it can be an individual life. Let us wait for what he wants to accomplish in our life. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ചാലഞ്ചസ് ഒക്കെ വരാം. എന്നാൽ just like Jeremiah says, for I know the plans that I have for you, not the thoughts not to destroy you but to prosper you. ആ ഒരു തോട്ട് വെച്ച് നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ജീവിക്കാം. ജസ്റ്റ് ലൈക്ക് ഹൗ എ ക്ലേ ഈൽഡ് ഇൻ ദ പോട്ടേഴ്സ് ഹാൻഡ്, ലെറ്റ് us yield more to him. Let us wait for what he wants to do in our life. നമുക്ക് ഏതൊരു ഡെസിഷൻസ് നമ്മുടെ ജീവിതത്തിൽ എടുക്കണമെങ്കിൽ let us ask for what he wants to do in our life. Let us ask for his guidance in our life. So thank you so much, uncle, for giving an amazing message from his word. May God use you more for his glory. And now we have come to the end of this meeting. And I would like to extend my sincere gratitude to everyone who joined with us and also to those who helped us with various programs. May God use you all more for his glory. And I would like to thank everyone who worked behind the scenes of this ministry. അടുത്തൊരു തലമുറയെ വേണ്ടി വാർത്തെടുക്കുവാൻ ഈ പാൻഡസ് ഫോർ ദ ലിവിംഗ് വേർഡ് മിനിസ്ട്രിയിൽ ഒത്തിരി അഡ്മിൻസ് ഉണ്ട്. അവരുടെ അധ്വാനത്തെ ദൈവം ആദരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.